السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم اجعل حبك أحب إلينا من أنفسنا. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. رب زدنا علما نافعا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله فوزا عظيما. الحمد لله. കഴിഞ്ഞ ദിവസം നമ്മൾ 182 ആയത്താണ് കവർ ചെയ്തത് അല്ലേ? ഇന്ന് ഇൻഷാ അല്ലാഹ് 183, 84. ഓക്കെ. കഴിഞ്ഞ ദിവസം ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു റിക്വസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന പല കാര്യങ്ങളും ഉണ്ടാവും, അതൊക്കെ അങ്ങ് മറന്നതായിട്ട് ആക്ട് ചെയ്യുക, എന്നിട്ട് പുതിയതായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു അങ്ങനെ ശ്രമിച്ചവർക്ക് സുബ്ഹാനല്ലാഹ് അവർക്ക് നല്ല രീതിയിൽ അത് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിന്റെ ലെസൺ ഉൾക്കൊള്ളാനും പറ്റിയിട്ടുണ്ട്. പക്ഷേ കുറച്ച് ആൾക്കാരെങ്കിലും അതിനെ വളരെ ലൈറ്റായിട്ട് എടുത്ത്, ചിലപ്പം അറിയാവുന്ന കാര്യമായതുകൊണ്ടാവാം, അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ള കാര്യം ആണെന്ന് തോന്നുന്നതുകൊണ്ടാവാം, അതല്ലെങ്കിൽ ഏത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല എന്നുള്ളതുകൊണ്ടാവാം. കുറച്ച് ആൾക്കാരെങ്കിലും അതിനെ ലൈറ്റായിട്ട് എടുത്തിട്ടുണ്ട്. അവർക്കത് മനസ്സിലായിട്ടില്ല എന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം വസിയത്തിന്റെ ചോദ്യത്തിന് 270 പേരാണ് തെറ്റായിട്ടുള്ള ഉത്തരം തന്നിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. ഞാൻ ആരാ ആൻസർ തെറ്റിച്ചെന്നൊന്നും നോക്കാറൊന്നുമില്ല. പക്ഷേ ഭയങ്കര ഒരു എന്താ പറയാ, നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കോൺസെപ്റ്റാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചത് അല്ലേ? അപ്പം ഇത്രയധികം ആളുകൾ അത് തെറ്റിക്കണമെങ്കിൽ കുറച്ച് ആൾക്കാർക്ക് ചിലപ്പോൾ കെയർലെസ്നെസ് ആവാം, ക്വസ്റ്റ്യൻ മനസ്സിലാവാനിട്ടാവാം. പക്ഷെ ബാക്കിയുള്ളവർ മാത്രമല്ല, എനിക്ക് കുറച്ച് റിയൽ ടൈം ക്വസ്റ്റ്യൻസും കിട്ടിയിട്ടുണ്ട്. അവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു കാര്യം ചോദിച്ചുകൊണ്ട് ആ ചോദ്യത്തിൽ തന്നെ അണ്ടർസ്റ്റുഡ് ആണ് ആ വസിയത്തിന്റെ കാര്യം. നമ്മൾ അതിന് 2 കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. ആ കണ്ടീഷൻ എന്താന്ന് ചോദിച്ചവർക്ക് മനസ്സിലായിട്ടില്ല എന്ന്. ഓക്കെ. ചിലർ പറഞ്ഞിട്ടുണ്ട് ഞാൻ തിരക്കായിരുന്നു. ഓക്കെ, തിരക്കായിക്കോട്ടെ, നോട്ട് മാത്രം വായിച്ചിട്ടാണ് എക്സാം എഴുതിയിട്ടുള്ളതെന്ന്, അല്ലെങ്കിൽ സമയം കിട്ടിയില്ല, പല കാരണങ്ങൾ വാട്ടെവർ. അപ്പം നോട്ട്സ് മാഷാ അല്ലാഹ് നമ്മുടെ നോട്ട് എഴുതുന്ന 2 പേരും മാഷാ അല്ലാഹ് അവരെ കൊണ്ട് കഴിയുന്നതിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തന്നെയാണ് എഴുതുന്നത്. അതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ആളുകൾ കാണിച്ചു കൊടുക്കുന്നു, അവർ കറക്റ്റ് ചെയ്യുന്നുണ്ട്. അല്ലാഹുമ്മ ബാരിക് ലഹുമ. പക്ഷെ ഇതുപോലെയുള്ള ചില സീരിയസ് കാര്യങ്ങൾ നമ്മൾ പറയുമ്പം അതിനെ നിങ്ങൾക്ക് ആ ടോണോട് കൂടി കിട്ടണം. അതായത് ആ പറയുന്ന ടോണിൽ ഒരു ഡിഫറൻസ് ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്. ഓക്കെ. അപ്പം നോട്ടിൽ നമുക്ക് ആ ടോണ് കിട്ടൂല. അപ്പം നമ്മൾ നോട്ട് വായിക്കുന്നത് നമ്മുടെ മനസ്സിന്റെ പിന്നിൽ വേറെ എന്തൊക്കെയോ ചിന്തകൾ ഉണ്ടാവും. ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു അസംഷൻ ഉണ്ടാവും, ഇന്നതാണ്. ആ അസംഷൻ വെച്ച് നമ്മൾ നോട്ട് വായിക്കുമ്പോൾ നോട്ടിലുള്ളത് അതല്ലെങ്കിൽ പോലും നമ്മൾ വിചാരിക്കും നമ്മൾ വിചാരിച്ചതാണ് നോട്ടിലുള്ളത്. അത് നോട്ട് എഴുതിയ ആളുടെ കുഴപ്പമില്ല, നമ്മളുടെ കുഴപ്പമാണ്, നമ്മുടെ മൈൻഡ് സെറ്റിന്റെ അല്ലെങ്കിൽ ആ സമയത്തെ അവസ്ഥയുടെ കുഴപ്പമാണ്. അപ്പൊ നോട്ട് എന്ന് പറയുന്നത്, നോട്ട് എടുക്കുന്നത് പ്ലസ് ക്ലാസ് ആയിരിക്കണം. ഓക്കെ. നിങ്ങൾ ആ എക്സാം എഴുതുന്നത് എന്തിനാ? എക്സാമിന് മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ടല്ലല്ലോ. എക്സാം എഴുതാൻ വേണ്ടി നോട്ട് റെഫർ ചെയ്തെന്നൊക്കെ പറയുമ്പോൾ സുബ്ഹാനല്ലാഹ്, നമ്മൾ ഈ എക്സാം എങ്ങോട്ടാ പോണേ? നമുക്ക് എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് കിട്ടാനുണ്ടോ? ഒന്നും കിട്ടാനില്ല അല്ലേ? അപ്പൊ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ആക്കുക നോട്ട് നോക്കുന്നത്. എളുപ്പത്തിന് വേണ്ടി, അത് നിങ്ങൾക്ക് നോട്ട് എഴുതാതിരിക്കാൻ വേണ്ടി നോട്ട് റെഫർ ചെയ്യുന്നത് ഹയർ തന്നെ. പക്ഷെ എക്സാം എഴുതാൻ വേണ്ടി ഞാൻ നോട്ടാ നോക്കാറ് എന്ന് പറയുമ്പോൾ അത് ശരിയല്ല. പക്ഷെ വേഴ്സ് കേസ്, നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. ചില ആഴ്ചകൾ ഭയങ്കര തിരക്കായിരിക്കും, തീരെ സമയം ഉണ്ടാവില്ല ക്ലാസ് കേൾക്കാൻ. ആ ആഴ്ച ഓക്കെ, ഒന്നും ഇല്ലാത്തതിനേക്കാളും നല്ലതാണല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ നോട്ട് റെഫർ ചെയ്തു. എന്തായാലും അത് നിങ്ങളുടെ ഇഷ്ടം. എത്രത്തോളം സീരിയസ് ആയിട്ട് അതിനെ എടുക്കണം എന്നുള്ളത് നിങ്ങളെ ഇഷ്ടം. പക്ഷെ എൻ്റെ റിക്വസ്റ്റ്, സീരിയസ് ആയിട്ട് എടുക്കണം ഈ കാര്യങ്ങൾ. വളരെ എന്താ പറയാ, ഞാൻ ബെഗ് ചെയ്യുന്ന പോലെ പറയണേ, ഇത് സീരിയസ് ആയിട്ട് എടുക്കണം. എനിക്കറിയാം ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ പലർക്കും പുതിയതായിരിക്കും. ഇത്തരത്തിലുള്ള ലീഗൽ നിയമപരമായ കാര്യങ്ങളൊക്കെ പഠിക്കാന്ന് വെച്ചാൽ ഒരു പക്ഷെ നമ്മളുടെ ബ്രെയിനിൽ ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ലാത്ത ഒരു ഏരിയ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ കുറച്ച് പ്രയാസമാണ്. പക്ഷെ ബോധപൂർവമുള്ള ഒരു എഫേർട്ട് എല്ലാവരും ഇടാം. ഓക്കെ. ഒരു കാര്യം കൂടെ പറയാനുള്ളത്, സത്യം തുറന്നു പറയുകയാണെങ്കിൽ ഈ ഒരു കാര്യം ഇവിടുന്ന് അങ്ങോട്ടുള്ള ആയത്തുകളൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ വളരെ അങ്ങനെ ഭയങ്കര പണ്ഡിതയോ ഒരുപാട് അറിവുള്ള ആളോ ഒന്നും അല്ല. അതുകൊണ്ട് തന്നെ നല്ല എഫേർട്ട് എൻ്റെ ഭാഗത്തുനിന്ന്, അത്യാവശ്യം ട്രെയിനിങ് ഒരു എഫേർട്ട് എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ട്. എന്നെ കൊണ്ട് കഴിയുന്നതിന്റെ ബെസ്റ്റ് അള്ളാന്റെ തൗഫീഖോട് കൂടി മനസ്സിലാക്കാനും റെഫറൻസസ് എടുക്കാനും ഏറ്റവും സിമ്പിൾ ആയിട്ട് മനുഷ്യന്മാർക്ക് മനസ്സിലാവുന്ന പോലെ അത് കൺവേ ചെയ്യാനും ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാവുന്ന എക്സാമ്പിൾസ് ഉപയോഗിക്കാനും ഒക്കെ
എന്റെ കഴിവിൽ നിന്നുകൊണ്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് ഞാൻ ചെയ്യുന്ന കാര്യം എടുത്ത് പറയാനല്ല, ഇതിന്റെ സീരിയോസിറ്റി മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. കാരണം എന്റെ അശ്രദ്ധ കൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഇത്രയും ആളുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എനിക്കൊരു നീതി അല്ലെങ്കിൽ ജസ്റ്റിഫിക്കേഷൻ എനിക്ക് തരാൻ പറ്റൂല. അത് ശരിയല്ല. ഓക്കെ. മാത്രമല്ല ഫിഖി കാര്യങ്ങൾ നമ്മൾ പറയുമ്പം ഇതുപോലെ ഒരു പബ്ലിക് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വന്നിരുന്ന് പറയുകയും യൂട്യൂബിൽ ഇടുകയൊക്കെ ചെയ്യുമ്പോൾ അത്രയ്ക്ക് അറ്റാക്കുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പുറത്തൊന്നും നിങ്ങൾക്ക് അറിയാം നമ്മളെ ദുനിയാവ് അല്ലെങ്കിൽ നമ്മുടെ നാട് എങ്ങനെയാണെന്ന് അല്ലെ. നമ്മളുടെ അടുത്ത് അറിവില്ലാത്തത് കൊണ്ട് പറ്റിയ ഒരു മിസ്റ്റേക്ക് ആണെങ്കിൽ പോലും നമ്മുടെ വായിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു പക്ഷെ നമുക്കത് പുറത്തു തന്നാൽ പോലും ആളുകൾ പുറത്തു തരാത്ത ആളുകൾ നമ്മളെ അറ്റാക്ക് ചെയ്യുന്ന സാഹചര്യങ്ങളും ഉണ്ട്. അപ്പം ഒരു ടീച്ചറുടെ എഫേർട്ടിനുള്ള അക്നോളജ്മെന്റ് എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു സ്റ്റുഡന്റിന്റെ അദബ് എന്നുള്ള നിലയിൽ നിങ്ങളുടെ മനസ്സിലുള്ള അസംഷൻസ് വെച്ചിട്ട് ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുകയും നിങ്ങളുടെ മനസ്സിലുള്ള അസംഷൻസ് വെച്ചിട്ട് മുന്നോട്ട് പോവാതിരിക്കുകയും ചെയ്യുക. കാരണം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ തെറ്റായി പഠിച്ച പല കാര്യങ്ങളും തിരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്ത് ഇരുന്ന് പഠിക്കുന്നത്. ഞാനും നിങ്ങളും. അത് ഞാൻ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയണം, നിങ്ങൾക്ക് അതുകൊണ്ടുള്ള പ്രയോജനം ഉണ്ടാവണം എന്ന് ആത്മാർത്ഥമായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രതിഫലം മോഹിച്ചുകൊണ്ടുള്ള നിയ്യത്തോടു കൂടി തന്നെ ചെയ്യണം. ഓക്കെ. മാത്രമല്ല അതിന്റെ ഒരു വശം, ഒരു അദബ് എന്നുള്ള രീതിയിലുള്ള ഒരു വശം. രണ്ടാമത്, നിങ്ങളാണ് ഇനി ഇത് നാളെ വേറെ മറ്റുള്ള ആളുകളിലേക്ക് സ്പ്രെഡ് ചെയ്യേണ്ടത് അല്ലെ. നിങ്ങൾ ഓരോരുത്തരും ഒരു 300 ആൾ ഈ ക്ലാസ്സിൽ കയറുന്നുണ്ടെങ്കിൽ ഈ 300 ആൾക്കാരും വേറെ ഒരു 300 ആളെടുത്ത് 300 പോണ്ട ഒരു 20 ആൾക്കാരെടുത്ത് പറയുന്നുണ്ടോന്ന് വെച്ചോ. അപ്പം നമ്മൾ പറയുന്നത് കറക്റ്റ് ആയിരിക്കണ്ടേ? നമ്മൾ ഇതിനെ വളരെ ലൈറ്റ് ആയിട്ട് എടുത്ത ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമാണെന്ന് വിചാരിച്ച് അതിനകത്തുള്ള ചെറിയ ചെറിയ ചേഞ്ചസ്, വളരെ ചില കാര്യങ്ങളൊക്കെ ഒരു നൂലിന്റെ വ്യത്യാസമേ ഉണ്ടാവുള്ളൂ അല്ലെ. അത് മനസ്സിലാക്കാണ്ട് ഇത് ടീച്ചർ പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മറ്റുള്ളവരുടെ അടുത്ത് സ്പ്രെഡ് ചെയ്യുമ്പോൾ ആൾക്കാരെ നോക്കണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് ഇല്ലേ നമ്മളെ കഴിവിന്റെ ബെസ്റ്റ് ഉണ്ടായിരിക്കണ്ടേ. അപ്പം ഇത്രയും ഞാൻ റിക്വസ്റ്റ് പോലെ പറയാണ്. കാരണം പ്രത്യേകിച്ച് ഫിഖി കാര്യങ്ങളാവുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഒരു പക്ഷെ നിങ്ങളെ മാത്രമേ ബാധിക്കുന്നുണ്ടാവുള്ളൂ. ഫിഖി കാര്യങ്ങളാവുമ്പോൾ അത് നമ്മളെ സമൂഹത്തിനെ, നമ്മളുടെ ദീനിനെ ഒക്കെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പൊ അതിന് ഒരു സീരിയോസിറ്റി എല്ലാവരും കൊടുക്കുക. നിങ്ങളുടെ ഇഷ്ടമാണ്. എല്ലാവരും അവനവനെ കൊണ്ട് കഴിയുന്നതിന്റെ ബെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം ഇത് വെറുതെ പഠിച്ച് പരീക്ഷ എഴുതി പോകാനുള്ളതല്ല. ഓക്കെ. ഇത് നമ്മളെ ജീവിതത്തിൽ പകർത്താനുള്ളതുമാണ്, മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനുള്ളതാണ്, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള വലിയൊരു ഉത്തരവാദിത്തമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ഖൈറ് തന്നിട്ടുണ്ടെങ്കിലും അതിന് നമുക്ക് വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. 1 രൂപ അധികം തന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു ഉത്തരവാദിത്തമുണ്ട്, ഒരു എൽമ അധികം തന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു ഉത്തരവാദിത്തമുണ്ട്. പക്ഷെ അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ വിവരമില്ലാത്ത ആളുകളെ പോലെ ഇനി നമുക്കാവാൻ പറ്റൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരം കൊണ്ട്, അറിവ് കൊണ്ട് അനുഗ്രഹിച്ചിട്ടുള്ള, തെരഞ്ഞെടുത്തിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളും നമ്മളെല്ലാവരും. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. നമ്മൾ എത്ര ശുക്ർ ചെയ്താലും മതിയാവില്ല. പക്ഷെ ശുക്ർ എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും നാവ് കൊണ്ടുള്ള ഹംദിന്റെ എണ്ണം കൂട്ടലായി പോവാറുണ്ട്. പക്ഷെ ഈ കാര്യത്തിലുള്ള ശുക്ർ എന്ന് പറയുന്നത് ഈ കാര്യം കൊണ്ടുള്ള നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റലാണ്. ഓക്കെ. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇന്നത്തെ ലെസന്റെ കാര്യം പറയുമ്പം ഇവിടുത്തെ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ആ ഒരു കംപ്ലീറ്റ് പിക്ചർ കിട്ടിയതിന് ശേഷം, അതായത് എന്തെങ്കിലും കുറച്ച് കേട്ടിട്ട് അതങ്ങനെയാണല്ലേ ഇതിങ്ങനെയാണോ അല്ലെങ്കിൽ അത് എന്താ അങ്ങനെയെന്ന് വിചാരിച്ച് ലോസ്റ്റ് ആവാതെ കംപ്ലീറ്റ് പിക്ചർ കിട്ടിയതിന് ശേഷം മനസ്സിലാക്കാൻ ശ്രമിക്കുക ഇന്നത്തെ ആയത്ത്. ഓക്കെ. ഇനി ഇടക്ക് വെച്ച് നിങ്ങൾക്ക് മിസ്സായി പോയാലേ ചിലപ്പോൾ നമ്മുടെ റിലേ പോലെ ചില സമയത്ത് വീട്ടിൽ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കും, അല്ലെങ്കിൽ നമ്മൾ തന്നെ കോൺസെൻട്രേഷൻ പോയി കഴിഞ്ഞാൽ നമുക്ക് പകുതിയിൽ അങ്ങ് മിസ്സാവും. അപ്പം ഓക്കെ ടീച്ചർ ഇന്നതാ പറഞ്ഞത് നമ്മൾ അവിടെ അസ്യൂം ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അങ്ങനെ പോവല്ലേ. നിങ്ങൾക്ക് പകുതി വെച്ച് മനസ്സിലായില്ല എന്ന് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈവൻ ഡ്രോപ്പ് ആയി പോവുകയാണെങ്കിലും നിങ്ങൾ ലിസൺ ചെയ്യണം കേട്ടോ. ഈ ക്ലാസ് വീണ്ടും ലിസൺ ചെയ്യണം. ഇടക്ക് വെച്ച് നഷ്ടമാവരുത്. കാരണം ഇത് നിങ്ങളെ മാത്രം ബാധിക്കുന്ന, നിങ്ങളുടെ പരീക്ഷയുടെ മാർക്കിനെ ബാധിക്കുന്ന കാര്യമല്ല. ഇത് നമ്മളെ ദീനിനെ ബാധിക്കുന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധമായ ദീന് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഖിലാഫത്തിലെ ഖലീഫയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാന്ന് വെച്ചാൽ വലിയൊരു ഉത്തരവാദിത്തം. നമ്മളെ വീട്ടിലെ ചോറും കറിയും വെക്കുന്ന പോലത്തെ ഒരു ഉത്തരവാദിത്തമല്ല, അത് 4 പേരെ ബാധിക്കുന്ന കാര്യമല്ലേ. വലിയൊരു ഉത്തരവാദിത്തം. ഈ ലോകം സുബ്ഹാനല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത് മുതൽ ഇതുവരെയുള്ള സമൂഹങ്ങളിലേക്ക് ഇങ്ങനെയാണ് ദീൻ എത്തിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ അങ്ങോട്ടും അങ്ങനെയാണ് എത്തിക്കേണ്ടത്. ബേജാറാക്കുകയല്ല, പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചേ മതിയാവും. ഇൻഷാ അല്ലാഹ് നമുക്ക് ആയത്തിലേക്ക് കടക്കാം. 183. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. സത്യവിശ്വാസികളെ നിങ്ങളുടെ മുമ്പുള്ളവരോട് കൽപ്പിച്ചിരുന്നത് പോലെ തന്നെ
നിങ്ങൾക്കും നോമ്പ് നിർബന്ധമായി കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ദോഷബാധയെ സൂക്ഷിക്കുവാൻ വേണ്ടി അത്രേ അത്. യാ അയ്യുഹല്ലദീന ആമനു, ഹേ വിശ്വസിച്ചവരെ, വാക്കർത്ഥം. കുത്തിബ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു, അലൈക്കും നിങ്ങളുടെ മേൽ. നമ്മൾ കഴിഞ്ഞ ആയത്തിലും കണ്ടതാണ് അല്ലെ, കുത്തിബ അലൈക്കും. അസ്സിയാമു നോമ്പ്, സ്വാദ് വാവ് മീം സൗം. ഓക്കെ, ഖമാ കുത്തിബ നിർബന്ധമാക്കപ്പെട്ടതുപോലെ, ഓക്കെ, ഖമാ പോലെ, അലല്ലദീന യാതൊരുവരുടെ മേൽ, മിൻ ഖബ്ലിക്കും നിങ്ങൾക്ക് മുമ്പുള്ള, ലഅല്ലക്കും നിങ്ങൾ ആയിക്കാൻ, തത്തഖൂൻ സൂക്ഷ്മത പാലിക്കുന്നവർ. തഖ്വ വാവ് ഖാഫ് യ. തഫ്സീർ നോക്കാം. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വസിച്ചവരെ. ആര്? അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ വിശ്വസിക്കുന്നു, പ്രവാചകന്മാരിൽ വിശ്വസിക്കുന്നു, ഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുന്നു അല്ലെ. അപ്പം വിശ്വസിച്ചവരെ, ഈമാനുള്ളവരെ. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല വിളിച്ചാൽ തന്നെ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ഈമാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇന്നത് ചെയ്യണം അല്ലെ. നിങ്ങൾ വിശ്വസിക്കുന്നവരാണ്, അല്ലെങ്കിൽ ശരിക്കും ഈമാൻ ഉള്ളവരാണെങ്കിൽ ഈ പറയാൻ പോണ കാര്യം നിങ്ങളുടെ മേലൊരു ബാധ്യതയാണ്. കുത്തിബ അലൈക്കുമുസ് സിയാം, അസ്സിയാം നോമ്പ് നിങ്ങളുടെ മേൽ ഒരു നിർബന്ധമാക്കി കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, ബാധ്യതയാക്കി കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ നോമ്പെടുക്കണം. കുത്തിബ കിതാബ് അല്ലെ, കാഫ്താബ കിതാബ് നമ്മൾ കണ്ടിരുന്നു. കുത്തിബ അല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം ഒരു ആൾക്കാരുടെ മേൽ ബാധ്യതയാക്കലാണ്. കുത്തിബ അലൈക്കും, കും നിങ്ങൾ എല്ലാവരും ആണ് അല്ലെ. ഇവിടെ ക അല്ല കും ആണ്, നിങ്ങൾ എല്ലാവരും. അപ്പം ഇവിടുത്തെ കും ആരാണ്? എല്ലാ വിശ്വാസികളും, ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, രോഗികളായിക്കോട്ടെ ആരോഗ്യമുള്ളവരായിക്കോട്ടെ അല്ലെ. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാരെയും അഡ്രസ് ചെയ്തിട്ടാണ് ഈ കാര്യം പറയുന്നത്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല എക്സെപ്ഷൻസ് പിന്നെ വഴിയെ പറയും. അപ്പം പഠിക്കുന്നവരാകട്ടെ, വീട്ടിലിരിക്കുന്നവരായിക്കോട്ടെ, ജോലിക്ക് പോകുന്നവരായിക്കോട്ടെ, എല്ലാരോടും അള്ളാഹു സുബ്ഹാനഹു വതആല പറയണേ കുത്തിബ അലൈക്കും അല്ലെ, നിങ്ങളുടെ മേൽ എഴുതപ്പെട്ടിരിക്കുന്നു. എല്ലാരും എന്താക്കണം? അസ്വിയാം നോമ്പ് നോൽക്കണം. എന്താണ് അസ്വിയാം? സ്വാദ് വാവ് മീം സ്വം സിയാം. ഓക്കെ, സുയാം സ്വം എന്ന് പറഞ്ഞാല് ശരിക്കും അതിന്റെ വാക്കർത്ഥം എന്ന് പറയുന്നത് ഇംസാക്ക് ആണ്. ഇംസാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് മാറി നിൽക്കുക, നിയന്ത്രിക്കുക. ഓക്കെ, അതിനെ നിയന്ത്രിച്ചുകൊണ്ട്, ആ ഒരു ആവശ്യം നിയന്ത്രിച്ചുകൊണ്ട് മാറി നിൽക്കുക എന്നുള്ള അർത്ഥമാണ് ഇംസാക്ക് എന്നുള്ളത്. അപ്പം സിയാമിന്റെ വാക്കർത്ഥം എന്ന് പറയുന്നത് ഇംസാക്ക് ആണ്, നിയന്ത്രിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് മാറി നിൽക്കുക. ഉദാഹരണത്തിന് സൂറത്ത് മറിയമില് 26-ാമത്തെ ആയത്തില് മറിയം അലൈഹിസ്സലാം ഈസാ അലൈഹിസ്സലാമിനെയും കൊണ്ട് ആളുകളുടെ ഇടയിലേക്ക് പോയപ്പോൾ ഇങ്ങനെ പറയാൻ വേണ്ടി പറഞ്ഞിരുന്നു അല്ലെ, ഇന്നി നദർതു ലിർറഹ്മാനി സൗമ ഫലൻ ഉഖല്ലിമൽ യൗമ ഇൻസിയ അല്ലെ. ഞാൻ എന്താണ്? നോമ്പെടുക്കുകയാണ് അല്ലെ. ഇന്നത്തെ ദിവസം നോമ്പെടുക്കാൻ വേണ്ടിയിട്ട് നേർച്ച ചെയ്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. എന്താണ് നോമ്പ്? ഞാൻ ആളെടുത്തും ആരെടുത്തും ഒന്നും സംസാരിക്കൂല. അപ്പൊ ഇവിടെ സംസാരിക്കുന്നത് നിയന്ത്രിക്കാൻ വേണ്ടി, സംസാരിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ടാണ് അവിടുത്തെ സൗം എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ നമ്മൾ എടുക്കുന്ന പോലെ നോമ്പെടുക്കുന്ന കാര്യമല്ല പറഞ്ഞത്. ഇന്നി നദർതു ലിർറഹ്മാനി സൗമ എന്ന് പറയുമ്പം അവിടെ എന്താണ്? സംസാരിക്കുന്നതിൽ നിന്നുള്ള കൺട്രോൾ ആണ്, അതിൽ നിന്ന് മാറി നിൽക്കലാണ്. അപ്പം സൗം അല്ലെങ്കിൽ സിയാം എന്ന് പറയുമ്പം അതിന്റെ ലിറ്ററൽ വാക്കർത്ഥം എന്ന് പറയുന്നത് ഇൻസാക്ക് ആണ്. ഓക്കെ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിൽ നിന്ന് മാറി നിൽക്കുക. അറബിയില് ഖൈലുൻ സിയാമുൻ എന്ന് പറയാറുണ്ട്. ഖൈലുൻ സിയാമുൻ അതായത് ഒരു ഒട്ടകം, നിയന്ത്രിക്കപ്പെട്ട ഒരു ഒട്ടകം. ഈ ഒട്ടകത്തിന് എന്തിൽ നിന്നാണ് അല്ലെങ്കിൽ എന്തിൽ നിന്നാണ് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് നിയന്ത്രിക്കുന്നത്? അതിനെ ഇരിക്കാൻ സമ്മതിക്കൂല, ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കൂല, കുടിക്കാൻ സമ്മതിക്കൂല. അതെന്തിനാ? കൊല്ലാൻ വേണ്ടിയിട്ടല്ല, അതിനെ ട്രെയിൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട്, ട്രെയിൻ ചെയ്ത് അതിനെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് അല്ലെ. ഏത് രീതിയിലുള്ള സാഹചര്യങ്ങളെയും ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട്. കാരണം നമുക്കറിയാം ഒരു മരുഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസം അറിയണം. ഒട്ടകം എന്നാണോ പറഞ്ഞത്? കുതിരയാണ്, സോറി. ഖൈലുൻ സിയാമുൻ കുതിര. അപ്പം കുതിരയെ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണോ അതിനൊക്കെ വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, മരുഭൂമിയിലെ എല്ലാ സാഹചര്യങ്ങളുമായിട്ട് ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുതിരനെ കെട്ടിയിട്ടിട്ട് എന്താ പറയാ, നിൽക്കാനും സമ്മതിക്കൂല, ഭക്ഷണവും കൊടുക്കൂല, വെള്ളവും കൊടുക്കൂല. കുറച്ച് സമയത്തേക്ക് അതിനെ സ്ട്രോങ് ആക്കാൻ വേണ്ടി, അതിന്റെ ബോഡി എന്ത് സാഹചര്യത്തിനോടും അഡ്ജസ്റ്റ് ആവാൻ വേണ്ടി സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യാറുണ്ട്. അപ്പം അവിടെ സിയാം എന്നുള്ള വാക്ക് ഇതുപോലെ നിയന്ത്രണത്തിന് അല്ലെങ്കിൽ മാറി നിൽക്കുന്നതിനാണ് യൂസ് ചെയ്തത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സൗം എന്ന് പറയുമ്പോൾ സാങ്കേതിക അർത്ഥത്തിൽ പറയുമ്പോൾ ഭക്ഷണം കഴിക്കുന്നതിൽ നിന്നും വെള്ളം കുടിക്കുന്നതിൽ നിന്നും ലൈംഗിക ആവശ്യങ്ങളിൽ നിന്നും കൺട്രോൾ ചെയ്തിട്ട് മാറി നിൽക്കലാണ് അല്ലെ. എന്തുകൊണ്ടാണ്? അതൊരു ഇബാദത്താണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, അള്ളാഹുവിന് അനുസരണ കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മുടെ ഹലാലായിട്ടുള്ള ഇച്ഛകളെ ഒരു സമയം വരെ അല്ലെ, ഫജ്ർ മുതൽ മഗ്രിബ് വരെയുള്ള സമയം വരെ കൺട്രോൾ ചെയ്യലാണ് സൗമിന്റെ ടെക്നിക്കൽ ആയിട്ടുള്ള അർത്ഥം.
കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങളുടെ മേലെ എഴുതപ്പെട്ടിരിക്കുന്നു, അത് വിശ്വാസികളാണെന്ന നിലയിൽ. ഇനി ഇങ്ങനെ ഒരു കൽപ്പന തന്നു, പക്ഷേ സുബ്ഹാനല്ലാഹ് ചിലർക്ക് പ്രയാസമായിരിക്കും അല്ലേ. ഓ എനിക്ക് ഭയങ്കര പ്രയാസമാണ്, എന്നെ കൊണ്ട് പറ്റും തോന്നില്ല. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താ പറയുന്നത്? കമാ കുതിബ, എന്താണ് കൽപ്പിക്കപ്പെട്ടതുപോലെ, അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുമ്പേ ഉള്ളവരുടെ മേൽ കൽപ്പിക്കപ്പെട്ടതുപോലെ. ഇത് നിങ്ങൾക്ക് മാത്രം തന്നതൊന്നും അല്ല സത്യവിശ്വാസികളെ, ഈ കൽപ്പന നിങ്ങളുടെ മുമ്പേ ഉള്ളവർക്കും കൊടുത്തിരുന്നു. അവരും നോമ്പെടുക്കണമായിരുന്നു. നിങ്ങൾ മാത്രമല്ല നോമ്പെടുക്കുന്ന ആളുകൾ അല്ലേ. കാരണം മൂസ അലൈഹിസ്ലാമിന്റെ ജനതയ്ക്കും ഈസ അലൈഹിസ്ലാമിന്റെ ജനതയ്ക്കും ഒക്കെ നോമ്പുണ്ടായിരുന്നു. അവരുടെ ശരീഅത്തിന്റെ ഭാഗമായിരുന്നു നോമ്പ്. പക്ഷെ നമ്മളെ നോമ്പ് പോലെ അല്ല. നമ്മൾ നോമ്പെടുക്കുന്ന പോലെ അല്ലെങ്കിലും അവർക്കും നോമ്പെടുക്കണമായിരുന്നു. ചെറിയ ഡിഫറെന്റ് റൂളിംഗ് ഉള്ള നോമ്പുകളായിരുന്നു. പക്ഷെ ഫാസ്റ്റിങ്ങിന്റെ അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് എന്ന് പറയുന്ന അല്ലെങ്കിൽ നോമ്പെടുക്കൽ എന്ന് പറയുന്ന ഒരു നിയമം അവർക്കും ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പറയുന്നത്? അവരോട് പറഞ്ഞ പോലെ നിങ്ങളോടും പറയാണെന്ന്. അതിന് 2 കാരണങ്ങളാണ്. ഒന്ന്, നമ്മളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി. വിഷമിക്കണ്ട, അത് പറ്റാത്തൊരു കാര്യമൊന്നുമല്ല, വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും അല്ലെ. സുബ്ഹാനല്ലാഹ്, നമുക്ക് പൊതുവേ അങ്ങനെയാണ്. എന്തെങ്കിലും ഒരു കാര്യം ഭയങ്കര പ്രയാസം തോന്നിക്കഴിഞ്ഞാൽ അതുപോലെ വേറെ ആൾക്കാരുണ്ടെന്ന് കേൾക്കുമ്പോൾ കുഴപ്പമില്ല അല്ലേ, അവരും ചെയ്തിട്ടില്ലേ, അവർക്കും ആ പ്രയാസം ഉണ്ടായിരുന്നു, അപ്പൊ കുഴപ്പമില്ല, എന്നെ കൊണ്ട് പറ്റുമായിരിക്കും. അപ്പൊ ഒരു മോട്ടിവേഷൻ ആണ്, ഒരു കംഫർട്ടാണ് അല്ലെ. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് നമ്മുടെ ഉമ്മത്തിന്റെ മേല് കാണിക്കുന്ന വലിയൊരു കാരുണ്യം കൂടിയാണ്. ഓക്കെ, എന്തൊരു നല്ല കൽപ്പനയും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇബാദത്ത് ചെയ്യാനുള്ള ഏതൊരു നല്ല എന്താണ് ഇബാദത്തിന്റെ രീതികളും അത് മുമ്പുള്ള ജനതയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമുക്കും തന്നിട്ടുണ്ട് അല്ലെ. അതും നമ്മളോ ഏറ്റവും ബെസ്റ്റ് ശരീഅത്ത് കിട്ടിയ ആളുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ. അപ്പം ഏതൊരു നല്ല കൽപ്പനയും, ഏത് എളുപ്പമുള്ള കൽപ്പനയും, ഏത് ബെസ്റ്റ് കൽപ്പനയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുത്തതുപോലെ നമുക്കും തന്നിട്ടുണ്ട്. നമ്മളെ ഒഴിവാക്കിയിട്ടില്ല അല്ലെ. ഇത് ഒഴിവാക്കിയിരുന്നെങ്കിൽ നമുക്ക് വലിയ മിസ്സിങ് ആവുമായിരുന്നു. നോമ്പെന്ന് പറയുന്ന ഒരു കൽപ്പന അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടില്ലായിരുന്നെങ്കിൽ. ഇനി എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് നമ്മളുടെ മേല് വാജിബാക്കിയിട്ടുള്ളത്? ഓക്കെ, നമുക്കും നമ്മുടെ മുമ്പുള്ള ജനറേഷൻ അല്ലെ മുമ്പുള്ള ഉമ്മത്തിന്റെ മേലെ എന്തുകൊണ്ടാണ് വാജിബാക്കിയിട്ടുള്ളത്? നിങ്ങൾ നോമ്പ് എടുക്കണം എന്ന്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായേക്കാം. തഖ്വ വാവ് ഖാഫിയ. തഖ്വ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം അല്ലെ, നമ്മൾ ഒരുപാട് കണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം ഉണ്ടാവുക, ഭയം ഉണ്ടാവുക. അള്ളാഹുവിനുള്ള ഭയത്തിന്റെ പേരിൽ അള്ളാഹുവിനെ അനുസരിക്കാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യൻ തീരുമാനിക്കുക അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ, വിധിവിലക്കുകൾ അനുസരിക്കുക. അള്ളാഹു ചെയ്യാൻ പറഞ്ഞതൊക്കെ ചെയ്യരുത് എന്ന് പറഞ്ഞതിനൊക്കെ മാറി നിൽക്കുകയും ചെയ്യാം. അപ്പം തഖ്വ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് നമ്മളുടെ മേലിൽ നിർബന്ധ ബാധ്യതയാക്കിയിട്ട് മാറിയത്. കാരണം തഖ്വ എന്ന് പറയുന്നത് എത്ര ഇമ്പോർട്ടന്റ് ആണ് അല്ലെ, നമുക്ക് എത്ര ആവശ്യമാണ്. നമുക്കും നമ്മളുടെ മുമ്പുള്ള ജനതയ്ക്കും തഖ്വ എന്ന് പറയുന്ന സംഭവം എത്രത്തോളം ആവശ്യമാണെന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാവും അല്ലെ. അതുകൊണ്ടാണ് ആ തഖ്വ എന്ന് പറയുന്നത് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഞാൻ ഈ കൽപ്പന തന്നിട്ടുള്ളത്. ഇതൊരു സില്ലി ആയിട്ടുള്ള ഒരു കൽപ്പനയൊന്നും അല്ല നോമ്പ് എന്ന് പറയുന്നത് അല്ലെ. ശരിക്കും പ്രയാസമുള്ള ഒരു കാര്യം തന്നെ. അപ്പൊ ഇത്രയും പ്രയാസമുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് എന്തിനാ? തഖ്വ ഉണ്ടാവാൻ വേണ്ടിയിട്ടാ. എന്തിനാ നമുക്ക് തഖ്വ? തഖ്വ ഉള്ള ഒരാളും തഖ്വ ഇല്ലാത്ത ഒരാളും ഒരേപോലെ ആവോ? ഒരിക്കലും ഇല്ല അല്ലെ. അള്ളാഹുവിന് ഭയമുള്ള ഒരാളും അള്ളാഹുവിന് ഭയമില്ലാത്ത ഒരാളും തമ്മിൽ എന്താ വ്യത്യാസം? അത്ര വലിയ വ്യത്യാസം ഉണ്ടോ? ശരിക്കും അവരുടെ പ്രവർത്തനങ്ങൾ വ്യത്യാസമായിരിക്കും, അവരുടെ വാക്കുകൾ വ്യത്യാസമായിരിക്കും, അവരുടെ ചിന്തകൾ വ്യത്യാസമായിരിക്കും. സുബ്ഹാനല്ലാഹ്, തഖ്വയുള്ള ആളുകള് കൂടുതൽ ശ്രദ്ധിക്കും ഓരോ കാര്യങ്ങൾ അവൻ ചെയ്യുമ്പോഴും, ഓരോ കാര്യങ്ങൾ അവൻ പറയുമ്പോഴും. തഖ്വയില്ലാത്ത ആൾക്കാര് അവന്റെ ഇച്ഛ എന്താണോ അവനോട് കൽപ്പിക്കുന്നത്, ചുറ്റുപാടുകൾ എന്താണോ അവനോട് കൽപ്പിക്കുന്നത്, അത് ചെയ്യും. അവൻ കൂടുതൽ അതിനെക്കുറിച്ച് അറിയാനും മനസ്സിലാക്കാനും അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്യാനും ഒന്നും പോല. അവൻ എന്താണോ തോന്നുന്നത് അതുപോലെ അവൻ അങ്ങോട്ട് ജീവിക്കുകയാണ് ചെയ്യും അല്ലെ. അപ്പം തഖ്വ എന്ന് പറയുന്നത് നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോപത്തിൽ നിന്ന്, നരകാഗ്നിയിൽ നിന്ന് രക്ഷിച്ച് നമ്മളെ സ്വർഗത്തിലേക്ക് നയിക്കുന്ന ഒരു കാര്യം കൂടിയാണ് തഖ്വ. അതില്ലാണ്ട് പിന്നെ നമ്മളിവിടെ ഭൂമിയിൽ ജീവിക്കുന്നത് തന്നെ അർത്ഥമില്ലാണ്ടായി പോലെ. മാത്രമല്ല തഖ്വ എന്ന് പറയുന്ന ഒരാളെ വിജയത്തിലേക്ക് നയിക്കുന്ന ഒരു കാര്യമാണ്. തഖ്വ ഇല്ലെങ്കിൽ വിജയില്ല അല്ലെ. നമ്മൾ സൂറത്തുൽ ബഖറയിൽ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു, ഖുർആൻ എന്താണ്? ഹുദൻ ആണ്, വഴികാട്ടിയാണ്, ഹിദായത്താണ്. ആർക്ക്? മുത്തഖീങ്ങൾക്ക് അല്ലെ, തഖ്വയുള്ളവർക്ക്. എന്നിട്ട് മുത്തഖീങ്ങളുടെ ക്യാരക്ടറിസ്റ്റിക്സ്, സ്വഭാവങ്ങളൊക്കെ അല്ലദീന യുഅ്മിനൂന എന്ന് തുടങ്ങി യുഖീമൂന എന്നൊക്കെ പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ വിശദീകരിച്ചു. എന്നിട്ട് ഫൈനലി അല്ലാഹ് എന്താ പറഞ്ഞത്? ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് ആര്? മുഫ്ലിഹൂൻ, വിജയിച്ചവര്.
അപ്പം തഖ്വ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് തൃപ്തിയുള്ള കർമ്മങ്ങൾ ചെയ്യുകയും അതുവഴി വിജയത്തിലെത്താൻ നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നു. അള്ളാഹു തൃപ്തി ഇല്ലാത്ത കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നു. അതാണ് വിജയത്തിലേക്കുള്ള വഴി. അപ്പം തഖ്വ ഇല്ലെങ്കിൽ വിജയം ഉണ്ടാവില്ല. അപ്പം വിജയത്തിന് തഖ്വ വേണം. തഖ്വയ്ക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുള്ള ഒരു ബാധ്യതയാണ് നോമ്പ്. ഇങ്ങനെയാണ് നോമ്പ് കൊണ്ട് തഖ്വ ഉണ്ടാവുന്നത്. ശരിക്കും തഖ്വ എന്ന് പറയുന്നത് സുബ്ഹാനല്ലാഹ് ഭയങ്കര സീക്രട്ട് ആയിട്ടുള്ള ഒരു കാര്യം അല്ലേ? അത് ഓരോ വിശ്വാസിയുടെയും ഹൃദയത്തിലുള്ള കാര്യമാണ്. വേറൊരാൾക്കും അത് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ ഓരോരുത്തരുടെ ഹൃദയത്തിലുള്ള തഖ്വനെ വെയ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ, അളക്കാൻ പറ്റുള്ളൂ. നമ്മൾ പുറത്ത് എക്സ്റ്റേണലി കാണുന്ന പ്രവർത്തനം കൊണ്ട് നമുക്ക് മനുഷ്യന്മാരുടെ തഖ്വ അളക്കാൻ പറ്റില്ല. അത് അവരുടെ ഹൃദയത്തിലുള്ള നീയത്ത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം അളക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒരു ചെറിയ ഉദാഹരണം പറയാം. ഒരു പെൺകുട്ടി നിക്കാബ് ഇട്ടിട്ട് പുറത്തു പോവാണ്, അല്ലെ? ആ നിക്കാബ് ഇട്ട കുട്ടി പുറത്തു പോകുന്നത് ചിലപ്പം അതിന്റെ ഭർത്താവിനെയോ വാപ്പനെയോ പേടിച്ചിട്ടായിരിക്കാം, അല്ലെ? ഓരോരുത്തർക്കും ചീത്ത കേൾക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അവളുടെ എന്തെങ്കിലും കാര്യങ്ങൾ അവള് നിക്കാബിട്ട് പുറത്തു പോയില്ലെങ്കിൽ തടയുന്നതുകൊണ്ടാവാം. ഇനി അതല്ലെങ്കിൽ അവൾക്ക് പുറത്തിറങ്ങിയിട്ട് ചില ദുരുദ്ദേശപരമായ പല കാര്യങ്ങളും ചെയ്യാനുണ്ട്, അത് ആളുകൾ കാണരുത്, അത് വിചാരിച്ചിട്ടാവും, അവളെ മനസ്സിലാവരുതെന്ന് വിചാരിച്ചിട്ടാവും. അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിക്കാൻ വേണ്ടിയിട്ട് ആവാം. അപ്പൊ നമ്മൾ പുറത്തുനിന്നും പലരുടെയും പല ആക്ഷൻസും കാണുമ്പോൾ വലിയ കുഴപ്പമില്ലല്ലോ, ഇവര് സംഭവമാണ് മുത്തഖിയാന്നൊക്കെ തോന്നുമെങ്കിലും അവരുടെ ഹൃദയത്തിൽ എന്താന്ന് അള്ളാഹ്ക്കേ അറിയുള്ളൂ. അതേപോലെ ഒരാളെ പുറത്തുനിന്നുള്ള ആളുകളുടെ പ്രസൻസിൽ പബ്ലിക്കിലുള്ള ഒരു പ്രവർത്തനങ്ങൾ കണ്ട് നമുക്ക് ഇവർ ഭയങ്കര സംഭവമാണെന്ന് തോന്നിക്കഴിഞ്ഞാലും അയാൾ പ്രൈവറ്റ് ആയിരിക്കും, അയാൾ ഒറ്റയ്ക്ക് ഉണ്ടാകുമ്പോഴുള്ള പ്രവർത്തനങ്ങൾ വളരെ മോശപ്പെട്ടതായിരിക്കും. ഇതുപോലെയുള്ള അധ്യാപകർ, അല്ലെ, പബ്ലിക്കിന് ഭയങ്കര ഘോരഘോരം പറഞ്ഞ് പ്രസംഗിച്ച് ദീനൊക്കെ പഠിപ്പിക്കുന്ന ആളുകൾ അവരുടെ വീട്ടില് അവർ വളരെ മോശപ്പെട്ട ആളുകളായിരിക്കും. ആളുകൾക്ക് വെറുപ്പായിരിക്കും അവരെ കൊണ്ട്. അപ്പം അത് അള്ളാഹ്ക്കേ അറിയുള്ളൂ, അല്ലെ? തഖ്വ എന്ന് പറയുന്നത് എന്താണ്? ഒരാളുടെ ഹൃദയത്തിലാണ്. ഇതേപോലെ നോമ്പ് എന്ന് പറയുന്നത് വളരെ പ്രൈവറ്റ് ആണ്. ആ ഒരു അടിമയും അള്ളാഹു സുബ്ഹാനഹു വ തആലയും മാത്രം ഇടയിലുള്ള ഒരു കാര്യമാണ്. നോമ്പ് നമുക്കറിയാം, റമദാൻ ആകുമ്പോൾ എല്ലാവരും നോമ്പെടുക്കുന്നുണ്ടാവും, അല്ലെ? എല്ലാവരും നോമ്പെടുക്കും നമുക്കറിയാം. പക്ഷെ ആരാണ് ശരിക്കും നോമ്പെടുക്കുന്നതെന്ന് ആ വ്യക്തിക്കും അള്ളാഹ്ക്കും മാത്രമേ അറിയുള്ളൂ, വേറൊരാൾക്കും അറിയില്ല. ഒരാൾക്ക് പറയാം, ഞാൻ നോമ്പെടുക്കുന്നുണ്ട്, അല്ല, അപ്പം പുറമെ എല്ലാവരുടെ അടുത്തും അയാൾ നോമ്പെടുക്കുന്നുണ്ട്. ചിലപ്പോൾ അയാൾ ആരും കാണാതെ അല്ല ഭക്ഷണവും കഴിക്കുന്നുണ്ടോ. ഒരു കുട്ടീനെ കുറച്ച് എടുത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു ചോക്ലേറ്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ കഴിക്കും. ഇനി അത് അള്ളാഹ്ക്കേ അറിയുള്ളൂ. ഇനി ചിലരുണ്ടാവും സുബ്ഹാനല്ലാഹ് നോമ്പിന് പകല് മുഴുവനും കിടന്നുറങ്ങും, നിർബന്ധ നിസ്കാരങ്ങൾ വരെ ഒഴിവാക്കും. പുറത്തൊരാൾക്കും അറിയില്ല, അല്ലെ, അയാൾ എന്താ ചെയ്യുന്നത് അള്ളാഹ്ക്കേ അറിയുള്ളൂ. ചിലപ്പം വീട്ടിൽ ഉമ്മ ചോദിച്ചാൽ ഞാൻ നിസ്കരിച്ചെന്ന് പറയും. ഇനി അവർക്ക് ചിലപ്പം വീട്ടിലോ അല്ലെങ്കിൽ ചുറ്റുപാടുള്ള ആളുകളെ ചീത്ത പറയുന്നു, പരദൂഷണം പറയുന്നൊന്നും ഉണ്ടാവില്ല. ഓൺലൈനിൽ ഫോണിൽ പല ആൾക്കാരെ ചീത്ത പറയും, പരദൂഷണം പറയുകയൊക്കെ ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ ഒരു മോശപ്പെട്ട റിലേഷൻഷിപ്പിലെ ഒരു സിന ഫോണിൽ ചെയ്യുന്നുണ്ടാവും. അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. ഇതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ അത് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പം നോമ്പെടുക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും മറ്റുള്ളവർക്ക് വേണ്ടിയല്ല നോമ്പെടുക്കുന്നത്, അവന് തന്നെ വേണ്ടിയാ. അവനറിയാം, കാരണം ഞാൻ വിശന്നിരുന്നിട്ടും ദാഹിച്ചിരുന്നിട്ടും എന്റെ ഇച്ഛകളെ കൺട്രോൾ ചെയ്തിട്ടും ആൾക്കാർക്കൊന്നും തരാൻ പറ്റൂല, അല്ലെ? അള്ളാഹ്ക്കേ തരാൻ പറ്റുള്ളൂ. അപ്പം അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് നോമ്പെടുക്കുന്നത്. ഒറ്റയ്ക്കാണെങ്കിൽ, അപ്പം നോമ്പെടുക്കുന്ന വ്യക്തി ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ പോലും അതിൽ നിന്ന് അവനെ കൺട്രോൾ ചെയ്യുന്നത് എന്താ? അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത, അല്ലെ? ഞാൻ ഭക്ഷണം കഴിച്ചാൽ, അതായത് ഹലാലായ കാര്യങ്ങൾ പോലും ചെയ്താല് അള്ളാഹു സുബ്ഹാനഹു വ തആല കാണും. അള്ളാഹ് കാണുന്നുണ്ട് എന്നെ. എന്റെ ഉമ്മ കാണുന്നുണ്ടാവില്ല, വാപ്പ കാണുന്നുണ്ടാവില്ല, ഹസ്ബൻഡ് കാണുന്നുണ്ടാവില്ല, പക്ഷെ അള്ളാഹ് കാണുന്നുണ്ടെന്നല്ലേ? അങ്ങനെ 30 ദിവസവും അവൻ ചെയ്യുന്ന ഓരോ കാര്യത്തിലും, കാരണം അവൻ ഇങ്ങനെ റെഗുലർ ആയിട്ട് നോർമൽ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഭക്ഷണം കഴിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്യുക, അല്ലെ? അതില് പോലും അവൻ എന്താണ്? അള്ളാഹിനെ ഓർക്കുകയാണ്. അള്ളാഹ് കാണും. അങ്ങനെ 30 ദിവസവും അള്ളാഹ് കാണും എന്ന് നമ്മുടെ ഓരോ മണിക്കൂറിലും നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യം വരും. കാരണം ദാഹിക്കല്ലേ എപ്പോ വേണമെങ്കിലും. അപ്പൊ അള്ളാഹിനെ കുറിച്ച് ചിന്തിച്ച് ശീലിച്ച് അവൻ അള്ളാഹിനെ കുറിച്ച് ബോധമുള്ളവനായിട്ട് മാറും. സുബ്ഹാനല്ലാഹ്, തഖ്വയുള്ളവനായിട്ട് മാറും. പിന്നെ അവൻ ചെയ്യുന്ന ഓരോ കാര്യത്തിലും അള്ളാഹു ഉണ്ട്, അല്ലെ, അള്ളാഹു കാണുന്നുണ്ട് എന്ന് അവൻ ആ ഒരു ഭയം ഉണ്ടാവും. ഞാൻ വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും അള്ളാഹ് എന്നെ കാണുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ നമ്മൾ അള്ളാഹുവിനോട് തഖ്വയുള്ള ആളുകളായി മാറും. സോ ലഅല്ലക്കും
തത്തഖൂൻ. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മളുടെ നോമ്പുകൾ നമ്മളെ അത്തരത്തിലുള്ള തഖ്വയുള്ള ആളുകളാക്കി മാറ്റാൻ സഹായിച്ചിട്ടുണ്ടോ? നോമ്പിനെ കാണേണ്ട രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഈ ഒരു സ്ഥലത്ത് ആലോചിച്ച് നോക്കുക. അപ്പം അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നമ്മളുടെ മേൽ നിർബന്ധ ബാധ്യതയാക്കി മാറ്റിയത്. നമുക്ക് തഖ്വ ഉണ്ടാവാൻ വേണ്ടി. തഖ്വയുടെ ആവശ്യം എന്താന്ന് നമുക്ക് അറിയാം, അല്ലെ? സുബ്ഹാനല്ലാഹ്, തഖ്വ ഇല്ലെങ്കിൽ വിജയമില്ല. വിജയമില്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് കാര്യമില്ല, മൊത്തത്തിൽ അർത്ഥമില്ലാണ്ടായി പോകും. എന്താണ് ഈ ആയത്ത് നമ്മളോട് പറയുന്നത് നോക്കാം. ഏറ്റവും ആദ്യം നമ്മളെ അടുത്ത് പറയുന്നത് നോമ്പ് എന്ന് പറയുന്ന ആ ഒരു നിർബന്ധ ബാധ്യത, അല്ലെ? നമ്മളുടെ മേല് കമ്പൽസറി ആണ്, നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. 2, നോമ്പിന്റെ എന്താ പറയാ, ഇമ്പോർട്ടൻസ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു നമ്മളെ അടുത്ത് പറയാണ്, നോമ്പ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ വേണ്ടെങ്കിൽ ചെയ്യണ്ട എന്ന് പറയാണെന്ന് വെക്കാം. ഒരു ചോയ്സ് തന്നെന്ന് വെക്കാം. അപ്പൊ ചിലപ്പോൾ നമ്മൾ നോമ്പെടുത്തെന്ന് വരുമല്ലോ, അല്ലെ? പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ നമ്മളെ മേല് നിർബന്ധമാക്കി. അപ്പം അത് അത്രയും ഇമ്പോർട്ടന്റ് ആണ് നോമ്പ്. ഒരു ഒഴുക്കിൽ നമ്മൾ പോയി എടുക്കേണ്ട ഒരു കാര്യമില്ല. ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് നോമ്പ് എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തൊരു കാര്യം കൽപ്പിക്കുമ്പോഴും എന്തൊരു കാര്യം ചെയ്യാൻ പറയുമ്പോഴും ചെയ്യാതിരിക്കാൻ പറയുമ്പോഴും അതിന്റെ പിന്നിൽ ഒരു ഹിക്മത്ത് ഉണ്ടാവും, ഒരു പ്രയോജനം. ഒന്നല്ല, ഒന്നിൽ കൂടുതൽ ഒരുപാട് പ്രയോജനം ഉണ്ടാവും, അല്ലെ? ഇവിടെ ഒരു മാസം മുഴുവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളടുത്ത് നോമ്പെടുക്കാൻ പറയുമ്പോൾ നമ്മളടുത്ത് നമുക്ക് തഖ്വ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളടുത്ത് നിസ്കരിക്കാൻ പറയുമ്പോൾ, സദഖ കൊടുക്കാൻ പറയുമ്പോൾ, ഹജ്ജ് ചെയ്യാൻ പറയുമ്പോൾ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കാൻ പറയുമ്പോൾ, അതിനൊക്കെ പിന്നിൽ ഇതേപോലെ ഹിക്മത്തുകൾ ഉണ്ട്, അല്ലെ? അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളടുത്ത് പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്ക് പിന്നിലും ഒരു ഹിക്മത്ത് ഉണ്ട്. ഇതിങ്ങനെ ഒരു ഒഴുക്കിൽ അങ്ങനെ ചെയ്യാൻ പറഞ്ഞു, ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു, ഞാൻ അത് ചെയ്യുന്നു പറയുമ്പോൾ സുബ്ഹാനല്ലാഹ്, ആ ഹിക്മത്ത് നമുക്ക് മനസ്സിലാവാതിരിക്കുമ്പോൾ പലപ്പോഴും അതിന്റെ ഒരു ഗുണം നമുക്ക് കിട്ടാതെ പോവാറുണ്ട്, അല്ലെ? തഖ്വ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നോമ്പ് എടുക്കുന്നത്. നമ്മൾ പണ്ട് മുതലേ ഈ ആയത്ത് കേൾക്കുന്നതാണ്. പക്ഷെ അത് നമ്മൾ കൂടുതൽ ആ ആയത്തിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും, അല്ലെ? ഈ തഖ്വ ഉണ്ടാവുന്നുണ്ടോ, ആ രീതിയിലാണോ ഞാൻ നോമ്പിനെ എടുക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന എല്ലാ കൽപ്പനകളുടെ പിന്നിലും ഒരു ഹിക്മത്ത് ഉണ്ട്. 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പല ഇബാദത്തുകള് പല രീതിയിൽ ഡിഫറെന്റ് ആയിട്ടാണ് തന്നിട്ടുള്ളത്, അല്ലെ? അതിലും അള്ളാഹിന്റെ ഒരു ഹിക്മത്ത് ഉണ്ട്. സുബ്ഹാനല്ലാഹ്, ചില ഇബാദത്തുകള് നമ്മളുടെ സമ്പത്ത് കൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നിട്ടുള്ളതാണ്, അല്ലെ? സക്കാത്തും സദഖയും ഒക്കെ. ചിലതിൽ നമ്മുടെ ബോഡി ഉൾക്കൊണ്ടിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്, നമസ്കാരം പോലെയുള്ളത്, ഹജ്ജ് പോലെയുള്ളത്. ചിലതിൽ ഇത് രണ്ടും കമ്പൈൻഡ് ആണ്, അല്ലെ? ഹജ്ജിന്റെ കാര്യത്തിൽ നമുക്ക് രണ്ടും വേണം, ആരോഗ്യവും വേണം, അവരുടെ ശരീരവും വേണം, ഫിനാൻഷ്യൽ കോൺട്രിബ്യൂഷനും വേണം. സുബ്ഹാനല്ലാഹ്, ചില ഇബാദത്തുകളിൽ നമ്മൾ വളരെ അത്യാവശ്യമുള്ള അല്ലെങ്കിൽ നമുക്ക് ചെയ്യേണ്ടതായ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കലാണ്, അല്ലെ? നോമ്പെടുക്കുന്ന കാര്യത്തിൽ നമുക്ക് ഭക്ഷണം കഴിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കണം, കുടിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കണം. നമസ്കാരമാകുമ്പോൾ, അല്ലെ? നമസ്കാരമാകുമ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് സംസാരിക്കാൻ പറ്റൂല, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംസാരിക്കാൻ പറ്റുള്ളൂ. അതുപോലെ അള്ളാഹിനെ കുറിച്ച് മാത്രം ചിന്തിക്കണം, മറ്റു കാര്യങ്ങൾ ചിന്തിക്കാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, അതാണ് നമസ്കാരത്തിലെ ഖുശൂ. അപ്പം പല വെറൈറ്റി ഇബാദത്തുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുള്ളത്. എന്തിനാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിൽ വെറൈറ്റി ഇബാദത്തുകൾ തന്നത്? ഓരോന്നും നമ്മൾ ടെസ്റ്റ് ചെയ്യാനുള്ള വിവിധ രീതികളാണ്, അല്ലെ? നമ്മളൊരു കോഴ്സിനൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഫൈനൽ എക്സാം മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ല, അല്ലെ? കേറിയ അന്ന് മുതൽ തുടങ്ങും അസൈൻമെന്റ്, ക്ലാസ് ടെസ്റ്റ്, മിഡ് ടേം ടെസ്റ്റ്, ആ ടെസ്റ്റ്, ഈ ടെസ്റ്റ്. സുബ്ഹാനല്ലാഹ്, പല വെറൈറ്റികളിലും നമ്മൾ പരീക്ഷിച്ചിട്ടാണ് അവര് മാർക്ക് തരുക, അല്ലെ? അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പല രീതികളിൽ നമ്മളെ ടെസ്റ്റ് ചെയ്യാണ്. എത്രത്തോളം സത്യസന്ധമായിട്ടാണ് എൻ്റെ ഈ അബദ് പണിയെടുക്കുന്നത് ഞാനൊന്ന് നോക്കട്ടെ, എത്ര ഡെഡിക്കേഷൻ ഉണ്ട് അവന്, എത്രത്തോളം അവന് എനിക്ക് കീഴൊതുങ്ങിയിട്ടുണ്ട്, എൻ്റെ അടുത്ത് എത്രമാത്രം ഇഖ്ലാസ് അവന് ഉണ്ട്. സുബ്ഹാനല്ലാഹ്, കാരണം ചില ആളുകൾക്ക് കൈയും കാലം കൊണ്ട് ചെയ്യാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല, നിസ്കരിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും, അല്ലെ? കൈയും കാലം കൊണ്ട് എക്സസൈസ് ചെയ്യുന്നത് പോലെ അത്ര പ്രയാസമൊന്നും ഉണ്ടാവില്ല. പക്ഷെ വേറെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിൽ നിന്ന് മാറി നിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര പ്രയാസമായിരിക്കും, അല്ലെ? നോൺ മെഹ്റമിനായിട്ട് മിക്സ് ചെയ്യുന്നതിൽ നിന്ന് മാറി നിൽക്കണം എന്ന് പറഞ്ഞാൽ പ്രയാസമായിരിക്കും. സൗന്ദര്യം പുറത്ത് പ്രകടിപ്പിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രയാസമായിരിക്കും. അപ്പം അതുപോലെയുള്ള കാര്യങ്ങൾക്കും നമുക്ക് എന്താണ്, ഒരു ഇബാദത്ത് വേണം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നമ്മുടെ മേൽ കൽപ്പിച്ചു, അല്ലെ? ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് മാറി നിന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ആ ടൈപ്പിലുള്ള ഒരു ഇബാദത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നു. അല്ല, ചിലർക്ക് സദഖ കൊടുക്കുന്നതിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല, പൈസ എത്ര കൊടുക്കാനും ഒരു പ്രശ്നം ഉണ്ടാവില്ല, അല്ലെ? എത്ര വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. പക്ഷേ അവരുടെ അടുത്ത് നിങ്ങൾ പരദൂഷണം പറയരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കൂല.
അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പല വെറൈറ്റി ഇബാദത്തുകൾ നമ്മളുടെ മേല് ബാധ്യതാക്കിയിട്ടുണ്ട്. അതെന്തിനാ? നമ്മളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം, നമുക്ക് തൃപ്തിയുള്ള കാര്യങ്ങൾ മാത്രമല്ല ചെയ്യുന്നത്, അള്ളാഹ്ക്ക് വേണ്ട കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു ടെസ്റ്റാണ്. ഇന്നലെ നമ്മുടെ ഡിസ്കഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. നമ്മൾ സുബ്ഹാനല്ലാഹ് ചിലപ്പോൾ ഒരു പക്ഷെ നമ്മൾ ഈ ക്ലാസ്സുകൾ എടുക്കുന്നത് പോലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പഠനങ്ങൾ പോലും നമ്മളുടെ ഒരു തൃപ്തിക്കായിരിക്കും. നമുക്കിത് ചെയ്യുമ്പോൾ വല്ലാത്തൊരു തൃപ്തി കിട്ടുന്നുണ്ടാവും അല്ലെ, ഒരു സന്തോഷം കിട്ടുന്നുണ്ടാവും അറിവുകൾ കിട്ടുമ്പോൾ. അപ്പൊ നമ്മൾ ഇതിനകത്ത് മാത്രമായി പോകാനുള്ള സാധ്യത കൂടുതലാണ് അല്ലെ. എനിക്കിത് നല്ല സുഖമാണ്, ഇങ്ങനെ ചെയ്യുമ്പോൾ മനസ്സിന് എന്തോ ഒരു ആശ്വാസം, എന്തോ ഒരു സമാധാനം. അപ്പൊ അത് മാത്രമായി പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലെ ആയത്തുൽ ബിർറിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെ എന്തൊക്കെയാണ് ബിർറ്. അപ്പൊ അള്ളാഹ്ക്ക് തൃപ്തിയുള്ള എല്ലാ വെറൈറ്റി കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കല് നമ്മളുടെ ഒരു ടെസ്റ്റ് ആണ്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അല്ലെ. നമ്മളെ സുഖങ്ങളുള്ള, നമുക്ക് കംഫർട്ട് ഉള്ള കാര്യത്തിൽ സ്റ്റക്കായി പോവാതെ കൂടുതൽ കൂടുതൽ നമ്മുടെ കംഫർട്ടിനെതിരെ, നമ്മുടെ നെഫ്സിന്റെ സുഖങ്ങൾക്കെതിരെ പോയിട്ട് അള്ളാഹ്ക്ക് തൃപ്തിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം അല്ലെ. നമ്മളൊക്കെ പലരും സ്റ്റീരിയോ ടൈപ്ഡ് ആണ്. അവർ ഇന്ന കാര്യത്തിൽ അടിപൊളിയാ, ഇവര് ഈ കാര്യത്തിൽ അടിപൊളിയാ അല്ലെ. പഠിക്കുന്ന കാര്യത്തിൽ, പഠിപ്പിക്കുന്ന കാര്യത്തിൽ, ചിലര് ഇബാദത്ത്, നിസ്കാരം പോലെയുള്ള ഇബാദത്തുകൾ, ചിലര് നോമ്പ് പോലെയുള്ള ഇബാദത്തുകളിൽ, ഓരോന്നിലും മാത്രം. നമുക്ക് എല്ലാത്തിലും എക്സൽ ചെയ്യാനൊന്നും പറ്റിയെന്ന് വരില്ല, നമ്മൾ മനുഷ്യന്മാരാണ്. പക്ഷെ അള്ളാഹ്ക്ക് തൃപ്തിയുള്ള എല്ലാം നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. നമുക്ക് തൃപ്തിയുള്ള കാര്യങ്ങൾ ചെയ്യലല്ല ഇബാദത്ത്, അള്ളാഹ്ക്ക് തൃപ്തിയുള്ള കാര്യങ്ങൾ ചെയ്യലാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അത്രയും വെറൈറ്റി, അതായത് അവനെല്ലാം ഇട്ടച്ചിട്ട് ഞാൻ പറയുന്നത് കേൾക്കുമെന്നൊന്ന് നോക്കട്ടെ അല്ലെ, എന്റെ അബദിന്റെ ഇഖ്ലാസ് എത്രയുണ്ടെന്ന് ഞാനൊന്ന് കാണട്ടെ. സുബ്ഹാനല്ലാഹ്, ശരിക്കും ടെസ്റ്റ് തന്നെയാ അല്ലെ. നമുക്ക് എല്ലാവർക്കും, നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് ഓരോ കംഫർട്ട് സോൺ. ഈ പറയുന്ന എനിക്കും ഉണ്ട് കംഫർട്ട് സോൺ. അതിൽ നമ്മൾ പുറത്തു വന്നിട്ട് അള്ളാഹ് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഔട്ട് ഓഫ് ദ വേ നമ്മൾ ഇറങ്ങണം. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് തരട്ടെ. ആമീൻ. കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലൽ ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. സുബ്ഹാനല്ലാഹ്. നമുക്കറിയാം ഈ നോമ്പെന്ന് പറയുന്ന കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേൽ ബാധ്യതയാക്കിയതിന് വേറെയും ചില കാരണങ്ങളുണ്ട് അല്ലെ. നമ്മൾ തഖ്വയുടെ കാര്യം പറഞ്ഞു. നമുക്കറിയാം അള്ളാഹ്ക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ഇബാദത്താണ് നോമ്പെന്ന് പറയുന്നത്. സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്, കുല്ലു അമലി ഇബ്നി ആദം യുളാഅഫുൽ ഹസനതു അശ്റു അംസാലിഹ ഇലാ 700 ളഅഫിൻ. അല്ലേ, ആദമിന്റെ സന്തതിന്റെ ഏതൊരു പ്രവർത്തിക്കാണെങ്കിലും 10 മുതൽ 700 വരെ പ്രതിഫലങ്ങളുണ്ട്. സുബ്ഹാനല്ലാഹ്. ഞാൻ ഹദീസുകളൊന്നും ഇതിൽ കൊടുത്തിട്ടില്ല. ഞാൻ നോട്ട്സ് ഷെയർ ചെയ്യുമ്പോൾ പറ്റുമെങ്കിൽ മലയാളം ടെക്സ്റ്റ് കിട്ടുന്ന ഹദീസുകൾ അങ്ങനെ കൊടുക്കാം. അതില്ല എന്നുണ്ടെങ്കിൽ റെഫറൻസും അറബി പ്ലസ് ഇംഗ്ലീഷ് എന്നുള്ള രീതിയിൽ തരാൻ നോക്കാം ഇൻഷാല്ലാ. ഖാല അല്ലാഹു അസ്സ വജൽ, അല്ലാഹു പറഞ്ഞു, ഇല്ല സൗം, നോമ്പൊഴികെ ഫഇന്നഹു ലീ വഅന അജ്സി ബിഹി. അതെന്തിനാണ്? അത് എനിക്ക് വേണ്ടിയിട്ടുള്ളതാണ് അല്ലെ. നോമ്പ് എനിക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത്. അപ്പം നോമ്പിന്റെ പ്രതിഫലം എന്ന് പറയുന്നത് ഈ മേലെ പറഞ്ഞതുപോലെ 700 വരെയല്ല, അത് ഞാനാ കൊടുക്കുന്നത്. അതിനേക്കാളും മേലെ ആവാം അല്ലെ. ഫഇന്നഹു ലീ വഅന അജ്സി ബിഹി. സുബ്ഹാനല്ലാഹ്. കാരണം അവൻ ഒരു അടിമ ശരിയായ രീതിയിൽ നോമ്പെടുക്കുന്നുണ്ടെങ്കിൽ, അവൻ തഖ്വ ഉണ്ടാവുന്ന രീതിയിൽ, അവന് തഖ്വയ്ക്ക് വേണ്ടി നോമ്പെടുക്കുന്നുണ്ടെങ്കിൽ അത് എനിക്ക് വേണ്ടി അവൻ അത് ചെയ്യുന്നത്, വേറൊരാളെയും കാണിക്കാനില്ലല്ലോ അല്ലെ. അതുകൊണ്ട് അവന് ഞാൻ നൽകും. വേറെ എന്ത് കാര്യം, ഇപ്പൊ നമ്മൾ ചാരിറ്റി ചെയ്യാണെന്ന് വെച്ചോ, സുബ്ഹാനല്ലാഹ്, നമുക്ക് സ്വാഭാവികമായും ആരുടെങ്കിലൊക്കെ അപ്രിസിയേഷൻ ഒക്കെ കിട്ടും അല്ലെ. ഓ സുബ്ഹാനല്ലാഹ്, അത്രയൊക്കെ കൊടുക്കും അല്ലെ. ഇനി നമ്മൾ അത് എത്ര പ്രൈവറ്റ് ആയിട്ട് കൊടുക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാലും ചിലപ്പം ആളുകൾ നമ്മളടുത്ത് ജസാക്കല്ലാഹു ഖൈറ പറയും അല്ലെ, അവരറിയും. പക്ഷെ നോമ്പിന്റെ കാര്യത്തിൽ ആരാ നമ്മളെ വന്ന് പ്രശംസിക്കാനുള്ള, ആരാ നമുക്ക് നന്ദി പറയാനുള്ള? ആരും ഇല്ല അല്ലെ. അള്ളാഹ്ക്ക് വേണ്ടി മാത്രം നമ്മൾ അത് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടാണ് അള്ളാഹ് പറയുന്നത് അന അജ്സി ബിഹ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത്. അള്ളാഹ്ക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമാണ് നമ്മളടുത്ത് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അല്ലെ. സുബ്ഹാനല്ലാഹ്. ഒരാള് അയാൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം പുറത്ത് പറയുന്നത് തന്നെ അയാൾക്ക് അങ്ങേയറ്റം ഇഷ്ടമുള്ള ആളുകളോട് മാത്രമായിരിക്കും അല്ലെ. എല്ലാവരുടെ അടുത്തും പറഞ്ഞു നടക്കുമോ? ഇല്ല. അപ്പൊ എനിക്ക് ഇത്രയും ഇഷ്ടമുള്ള കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. വേറൊരു ഹദീസ് സുനൻ ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്തത്, അൽബാനി സഹീഹാക്കിയ ഹദീസാണ്. അതിനകത്ത് പറയുന്നത് അസ്വിയാമു ജുന്നത്തും മിന്നാർ കജുന്നത്തിൽ അഹ്ദിക്കും മിനൽ ഖിതാൽ. സുയാം എന്ന് പറയുന്നത്, നോമ്പെന്ന് പറയുന്നത്
നരകത്തിൽ നിന്നുള്ള ഒരു പരിചയമാണ്, പ്രൊട്ടക്ഷനാണ്, ജുന്നത്താണ്. എങ്ങനെ നിങ്ങൾ ഒരു യുദ്ധത്തിൽ അല്ലെ, ഒരു യുദ്ധത്തിൽ ഒരു പരിചയം നിങ്ങളെ എങ്ങനെ രക്ഷിക്കും? നമ്മൾ യുദ്ധത്തിൽ പരിചയം ഉണ്ടാകുമ്പോൾ നമുക്ക് വെട്ടും ഇതൊക്കെ കിട്ടുന്നതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അല്ലെ? അതുപോലെ നോമ്പ് നിങ്ങൾക്ക് നരക ശിക്ഷയിൽ നിന്നുള്ള ഒരു ജുന്നത്താണ്, പരിചയമാണ്. സുബ്ഹാനല്ലാഹ്. ഇനി നസായി റിപ്പോർട്ട് ചെയ്ത സഹിഹായ ഒരു ഹദീസിനകത്ത് അബൂ ഉമാമ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചോദിച്ചതായിട്ട് പറയുന്നുണ്ട്. എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അമല് പറഞ്ഞതായോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അലൈക ബിസ്സൗമി ഫഇന്നഹും ലാ അദ്ല ലഹു. നീ നോമ്പെടുത്തോ, കാരണം അതിന് തുല്യമായിട്ട് ഫഇന്നഹു ലാ അദ്ല ലഹു, വേറൊന്നും അതിന് തുല്യമായിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അപ്പൊ അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇത് നമ്മുടെ മേല് ബാധ്യതയായിട്ട് ആക്കിയിട്ടുള്ളത്. ആലോചിച്ചൊക്കെ, നമ്മൾ വേണമെങ്കിൽ ചെയ്തോ വേണ്ടെങ്കിൽ ചെയ്യണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ എത്ര പേര് അല്ലെ, ചിലപ്പം വളരെ ചുരുക്കം ആളുകൾ സുബ്ഹാനല്ലാഹ് നോമ്പ് നോൽക്കുമായിരുന്നു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല ബാധ്യതയാക്കി, നിർബന്ധമാക്കി മാറ്റി. എന്തിന്? അള്ളാഹിന്റെ ഏറ്റവും പ്രിയപ്പെട്ട അടിമകൾക്ക് അള്ളാഹ് കൊടുക്കുന്ന ഇത്രയും വിശേഷപ്പെട്ട പ്രതിഫലം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി. അള്ളാഹ്ക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് സുബ്ഹാനല്ലാഹ് അല്ലെ. അള്ളാഹ്ക്ക് അത്രയും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ നമ്മളൊക്കെ ഒരു പക്ഷെ നമ്മളുടെ ഉമ്മാക്ക് അല്ലെങ്കിൽ ഭർത്താവിന് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങള് അവർ ചിലപ്പോൾ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ പറയാതെയോ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് നമ്മളെ അടുത്തുള്ള തൃപ്തിക്ക് വേണ്ടി അത് പ്രത്യേകം കണ്ടറിഞ്ഞ് ചെയ്യാൻ നോക്കും അല്ലെ. അവർ ചിലപ്പോൾ നമ്മളെ മേലെ നിർബന്ധമാക്കിയിട്ടില്ലെങ്കിൽ പോലും അത് നമുക്ക് അവരോടുള്ള ഇഷ്ടത്തിന്റെ മേലെയാണ്. സുബ്ഹാനല്ലാഹ്. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഇഷ്ടത്തിന്റെ മേലെ നമ്മൾ ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്യൂല എന്ന് റബ്ബിന് എന്തായാലും അറിയുന്നത് കൊണ്ട് റബ്ബ് എന്താക്കിയാണ് അത് കാരണമുള്ള പ്രതിഫലം നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ മേല് അത് നിർബന്ധമാക്കി. സുബ്ഹാനല്ലാഹ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഈ നിയമങ്ങൾക്ക് പോലും നമ്മൾ എത്ര ശുക്ർ ചെയ്താലും മതിയാവൂല. സുബ്ഹാനല്ലാഹ്. ഇനി നമ്മൾ എത്രയാണ് നോമ്പെടുക്കേണ്ടത്? എത്ര നാളാണ് നോമ്പെടുക്കേണ്ടത് അല്ലെ? ഒരു ദിവസമാണോ, അല്ലെങ്കിൽ ഒരു മാസം മുഴുവനോ ആണോ, അല്ലെങ്കിൽ ഒരു ആഴ്ചകളോളമാണോ? അതിനെക്കുറിച്ചൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല തുടർന്ന് പറയുന്നുണ്ട്. നമുക്ക് അടുത്ത ആയത്ത് നോക്കാം ഇൻഷാ അല്ലാഹ്. 184 അയ്യാമൻ മഅദൂദാത്ത് ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫർ ഫഇദ്ദത്തും മിൻ അയ്യാമി ഉഖർ വഅലൽ ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ തുആമു മിസ്കീൻ ഫമൻ തതവ്വഅ ഖൈറൻ ഫഹുവ ഖൈറുൻ ലഹു വഅൻ തസൂമു ഖൈറുൻ ലക്കും ഇൻ കുൻതും തഅലമൂൻ. എണ്ണപ്പെട്ട ഏതാനും ദിവസങ്ങളിൽ മാത്രം നിങ്ങളിൽ ആരെങ്കിലും രോഗിയാവുകയോ യാത്രയിലാവുകയോ ചെയ്താൽ മറ്റു ദിവസങ്ങളിൽ നിന്ന് അത്രയും എണ്ണം നോമ്പെടുക്കേണ്ടതാണ്. ഞെരുങ്ങിക്കൊണ്ട് മാത്രം അതിന് സാധിക്കുന്നവർ പകരം ഒരു പാവപ്പെട്ടവനുള്ള ഭക്ഷണം പ്രായശ്ചിത്തമായി നൽകേണ്ടതാണ്. എന്നാൽ ആരെങ്കിലും സ്വയം സന്നദ്ധനായി കൂടുതൽ നന്മ ചെയ്താൽ അത് അവന് ഗുണകരമാകുന്നു. നിങ്ങൾ കാര്യം ഗ്രഹിക്കുന്നവരാണെങ്കിൽ നോമ്പ് അനുഷ്ഠിക്കുന്നതാകുന്നു നിങ്ങൾക്ക് കൂടുതൽ ഉത്തമം. അയ്യാമൻ ദിവസങ്ങൾ, യാ വാവ് മീം, യൗമിന്റെ പ്ലൂറലാണ് അയ്യാമൻ. മഅദൂദാത്ത് എണ്ണപ്പെട്ട, ഐൻ ദാൽ ദാൽ. ഫമൻ ഇനി ആരെങ്കിലും, ഖാന ആയാൽ, മിൻകും നിങ്ങളിൽ നിന്ന്, മരീദൻ രോഗി, മീം റോ ദ മറദ് നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള വാക്ക. ഔ അല്ലെങ്കിൽ അലാ സഫരിൻ യാത്രയിലാണെങ്കിൽ, സഫർ സീൻ ഫ റോ. ഫഇദ്ദത്തുൻ അപ്പോൾ എണ്ണം, ഐൻ ദാൽ ദാൽ. മിൻ അയ്യാമിൻ ദിവസങ്ങളിൽ നിന്ന്, ഉഖർ മറ്റുള്ള, ഹംസ ഖ റ. വഅലല്ലദീന യാതൊരുവർക്ക്, യുതീഖൂനഹു അത് പ്രയാസത്തോടെ സാധിക്കുന്ന, തോ വാവ് ഖഫ്. ഫിദിയത്തുൻ ഒരു പ്രായശ്ചിത്തം, ഫ ദാൽ യ. തുആമുൻ ഭക്ഷണം, തോ ഐൻ മീം. മിസ്കീൻ ഒരു ദരിദ്രന്റെ, സീൻ കാഫ് നൂൻ മുമ്പ് കണ്ടിട്ടുള്ളതാണ് മിസ്കീനും. ഫമൻ ഇനി ആരെങ്കിലും, തതവ്വഅ സ്വമേധയാ ചെയ്താൽ, തോവഅൻ ഖൈറൻ നല്ലത്, ഫഹുവ അപ്പോൾ അത്, ഖൈറുൻ ലഹു അവന് നല്ലതാണ്. വഅൻ തസൂമു നിങ്ങൾ നോമ്പ് നോൽക്കുന്നതാവട്ടെ, സ്വാദു വാവ് മീം, ഖൈറുൻ നല്ലത്, ലക്കും നിങ്ങൾക്ക്, ഇൻ കുന്തും നിങ്ങളാണെങ്കിൽ, തഅലമൂൻ നിങ്ങൾ അറിയുക, ഐൻ ലാം മീം. അധിക വാക്കുകൾ നിങ്ങൾക്ക് പരിചയമുള്ളതാണ്, വളരെ കുറച്ച് പുതിയ വാക്കുകളുള്ളൂ. സഫർ, യുതീഖൂന, ഫിദിയ അങ്ങനെയുള്ള കുറച്ച് വാക്കുകൾ, ബാക്കിയൊക്കെ നിങ്ങൾ മുമ്പ് കണ്ടിട്ടുള്ളതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യൂസ് ചെയ്യുന്ന വാക്കുകളുമാണ്. തഫ്സീർ നോക്കാം. അയ്യാമ മഅദൂദ, അയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൗമിന്റെ പ്ലൂറലാണ് നമ്മൾ കണ്ടു. ഓക്കെ, മഅദൂദാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
മഅദൂദയുടെ പ്ലൂറലാണ്. ഐൻ ദാൽ ദാൽ. അദദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ആണ്. മഅദൂദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണപ്പെട്ടത്. ഓക്കെ, അദദ് എണ്ണം, നമ്പർ. മഅദൂദ എന്ന് പറഞ്ഞാൽ എണ്ണപ്പെട്ടത് അല്ലെങ്കിൽ നമ്പേർഡ്, എണ്ണുന്നത്. ഓക്കെ, മഅദൂദാത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്ലൂറൽ. അയ്യാമ മഅദൂദാത്ത് എന്ന് വെച്ചാൽ എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രം, വളരെ കുറച്ച്, ഒരുപാടൊന്നുമില്ല, വളരെ കുറച്ച്. കാരണം നമ്മൾ കുറച്ചുണ്ടെങ്കിൽ അതിനെ എണ്ണാൻ നിൽക്കുള്ളൂ അല്ലെ. ഒരുപാടുള്ള സാധനങ്ങളെ നമ്മൾ എണ്ണാറില്ല. അപ്പം ഒരു ചുരുക്കം, വളരെ കുറച്ചൊരു എണ്ണമേ ഉള്ളൂ എന്നുണ്ടെങ്കിലാണ് അതിനെ നമ്മൾ എണ്ണുന്നത്. അപ്പൊ നിങ്ങൾക്ക് വളരെ കുറച്ച് ദിവസങ്ങളെ നോമ്പ് എടുക്കേണ്ടതുള്ളൂ അല്ലെ. സുബ്ഹാനല്ലാഹ്, നമുക്കൊരു കൊല്ലത്തിൽ ആകെ 30 ദിവസം അല്ലെങ്കിൽ 29 ദിവസമേ നോമ്പ് എടുക്കേണ്ടതുള്ളൂ. ഇനി കുറച്ച് ദിവസങ്ങളൊക്കെ ഉണ്ടെങ്കിലും അയാൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെന്ന് വെക്കാം. ഓക്കെ, കാരണം ഇത് തൊട്ട് മുമ്പേ കുത്തിബ അലൈക്കും സിയാം എന്നാ പറഞ്ഞ, ബാധ്യതയാന്നാ പറഞ്ഞ അല്ലെ. കുറച്ച് ദിവസം ഒന്നും പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ ആ കുറച്ച് ദിവസത്തിൽ പോലും ഒരാൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിലോ, സുബ്ഹാനല്ലാഹ്, നമ്മുടെ ദീനിന്റെ ഒരു പ്രത്യേകത, എന്ത് നിയമം പറയുമ്പോഴും സുബ്ഹാനല്ലാഹ് അത് നമുക്ക് പ്രയാസമാകാതിരിക്കാൻ വേണ്ടി അവിടെ എക്സെപ്ഷൻസ് ഉണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല കുറച്ച് ദിവസത്തേക്കെന്ന് മാത്രം നിയമം ബാധ്യതയാക്കുമ്പോഴും അള്ളാഹ് പറയുന്നുണ്ട്, ചിലർക്കെങ്കിലും കുറച്ച് ദിവസത്തിൽ, കുറച്ച് ദിവസത്തിൽ പറ്റിയിട്ടില്ലെങ്കിലോ, അപ്പൊ അതിനൊരു എക്സെപ്ഷൻ ഉണ്ട് അല്ലെ. ഒഴിവുകഴിവ് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നുണ്ട്. എന്താണ് ഒഴിവുകഴിവ് നോക്കാം. ഫമൻ കാന മിൻകും. ഫമൻ, അപ്പോൾ അതുകൊണ്ട് ആര്, കാന ആയിരുന്നു അല്ലെങ്കിൽ ആണ്, മിൻകും നിങ്ങളിൽ. ഓക്കെ, അപ്പൊ നിങ്ങളിൽ ആരെങ്കിലും ആയിരുന്നെങ്കിൽ, എന്ത്, മരീദൻ രോഗിയാണെങ്കിൽ അല്ലെ, ഔ അലാ സഫരിൻ അല്ലെങ്കിൽ യാത്രയിലാണെങ്കിൽ. അപ്പൊ 2 ടൈപ്പ് ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല എക്സെപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ഒഴിവ് കൊടുത്തിട്ടുണ്ട്. മരീദും അലാ സഫറും അല്ലെ, രോഗിയും യാത്രയിലുള്ള ആളുകളും. മരീദ് മീം റോ ദോദ്. ഓക്കെ, മരീദ് എന്ന് പറഞ്ഞാൽ മറദ് അനുഭവിക്കുന്ന ആള്, രോഗം അനുഭവിക്കുന്ന ആള്, സിക്കായിട്ടുള്ള ആളുകൾ. ഔ അലാ സഫർ എന്ന് പറഞ്ഞാൽ സഫർ സീൻ ഫാറ, യാത്ര. അപ്പം യാത്രയിലുള്ള ആളുകൾ, ഈ 2 കൂട്ടം ആൾക്കാരാണ്. ശരിക്കും രോഗം എന്ന് പറഞ്ഞാൽ തന്നെ സുബ്ഹാനല്ലാഹ് പല ലെവലുകളുണ്ട് അല്ലെ. ഒരാൾക്ക് ജസ്റ്റ് വെറുതെ ഒരു കോൾഡോ ഒരു ചെറിയ തലവേദനയോ ആണെങ്കിലും അയാളെയും രോഗി എന്നാ പറയാ. അപ്പം അങ്ങനെയുള്ള ഒരു കുട്ടിക്ക് ചിലപ്പം എക്സാം എഴുതണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, എക്സാം വരുന്നുണ്ട് സ്കൂളിൽ, പക്ഷെ എക്സാം എഴുതാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല. അപ്പം മെല്ലെ ഡോക്ടറെ അടുത്ത് പോയിട്ട്, എനിക്ക് ഭയങ്കര തലവേദനയാണ്, ഭയങ്കര കോൾഡാണെന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ, ഒരു പ്രിസ്ക്രിപ്ഷൻ ഒക്കെ വാങ്ങിയിട്ട് അത് സബ്മിറ്റ് ചെയ്തിട്ട് എക്സാം എഴുതാതിരിക്കുന്നതും അതും ശരിക്കും ഒരു രോഗം തന്നെയാണ്. എന്നാ അടുത്ത ലെവല് ഒരു രോഗം, അയാള് ഭയങ്കര രോഗിയാണ്, ഹോസ്പിറ്റലൈസ്ഡ് ആണ്, ദിവസങ്ങളോളമായിട്ട് എന്താണ് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ജീവിതത്തിൽ ഉടനീളം മരുന്ന് കഴിക്കുന്നവരുണ്ട്, അതും രോഗമാണ് അല്ലെ. അപ്പം രോഗത്തിന് സുബ്ഹാനല്ലാഹ് ഡിഫറെന്റ് ലെവലുകളുണ്ട്. എല്ലാ രോഗികളും ഒരേപോലെയല്ല. ഫമൻ കാന മിൻകും മരീദൻ. അപ്പം ഇവിടെ ഫമൻ കാന മിൻകും മരീദൻ എന്ന് പറഞ്ഞത് ജനറൽ സെൻസ് ആണ്. ആരൊക്കെ രോഗിയാണോ, ഏതൊരു തരത്തിലുള്ള രോഗവും. സുബ്ഹാനല്ലാഹ്. ഇനി നമ്മൾ ഇൻഷാ അല്ലാഹ് ഈ ഏതൊക്കെ ഓരോ ടൈപ്പ് രോഗത്തിനും എങ്ങനെയാണ് നോമ്പ് എടുക്കണോ വേണ്ടേന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഇനി ഔ അലാ സഫർ, യാത്രയിലാണെങ്കിൽ, ഇവിടെയും യാത്രയും ഇതേപോലെ ഡിഫറെന്റ് ടൈപ്പുകൾ ഉണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. ഒരാള് ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് ദൂരെ എവിടെയെങ്കിലും പോവാണെങ്കിൽ ഓട്ടോ വിളിച്ച് ചിലപ്പോൾ ബസ് സ്റ്റാൻഡിൽ എത്തേണ്ടി വരും, അവിടുന്ന് ബസ് ഓടിക്കേണ്ടി വരും അല്ലെ. ചിലപ്പോൾ നല്ല ചൂടുള്ള വെയിലത്ത് നടക്കേണ്ടി വരും, അതും ഒരു യാത്രയാണ്, അത് പ്രയാസമുള്ള ഒരു യാത്രയാണ്. ചിലര് സുബ്ഹാനല്ലാഹ് അയാളുടെ എയർ കണ്ടീഷൻഡ് കാറിൽ അല്ലെ, എല്ലാം ഫെസിലിറ്റിയുള്ള കാറിൽ ഒരു ഷോർട്ട് ട്രിപ്പ് ഒരു അടുത്ത ജില്ലയിലേക്ക് പോകുന്ന, അത് അത്ര പ്രയാസമുള്ള ഒരു യാത്രയൊന്നുമല്ല. ഇനി ചിലർ ഫ്ലൈറ്റിൽ പോകുന്നവരുണ്ടാവും അല്ലെ, ജസ്റ്റ് പോകണു, അവിടെ ചെക്ക് ഇൻ ചെയ്യുന്നു, എയർ കണ്ടീഷൻ കാർ, എയർ കണ്ടീഷൻ ഫ്ലൈറ്റ്, എയർപോർട്ടും എയർ കണ്ടീഷൻ, ഒരു കുഴപ്പമില്ല, 2-3 മണിക്കൂറുള്ള യാത്ര, സുഖമായിട്ട് ഉറങ്ങുന്നു, അവിടെ നാട്ടിലെത്തുന്നു, നോമ്പെടുക്കുന്ന പ്രശ്നമൊന്നുള്ള കാര്യമൊന്നുമല്ല അല്ലെ. ഇനി ഇതേ ആളിനെ ഒരു 18, 20, 22 മണിക്കൂർ യാത്രയുള്ള ഒരു ഫ്ലൈറ്റ് ആണ് നോക്കുക, അത് ഒരു പക്ഷേ പ്രയാസമാവും അല്ലെ. സമയം സുബ്ഹാനല്ലാഹ്, പ്രത്യേകിച്ച് ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന് വേറൊരു ഭൂഖണ്ഡത്തിലേക്കൊക്കെ പോകുമ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം 18-20 മണിക്കൂർ യാത്ര ചെയ്താലും ചിലപ്പോൾ ത്രൂ ഔട്ട് വെളിച്ചം തന്നെ ആയിരിക്കും, പകൽ തന്നെ ആയിരിക്കും. ഇത്രയും യാത്ര ചെയ്തിട്ട് ചിലപ്പോൾ അയാൾക്ക് ദുഹറും അസ്റും മാത്രമേ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ, കാരണം മറ്റേതിനുള്ള സമയം ആ നാട്ടിലായിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള യാത്രകൾ അത് പ്രയാസമുള്ള യാത്രകളായിട്ട് മാറാം. അപ്പം യാത്രകളും ഡിഫറെന്റ് ലെവലുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. രോഗങ്ങളും ഡിഫറെന്റ് ലെവലുകൾ ഉണ്ട്, യാത്രകളും ഡിഫറെന്റ് ലെവലുകൾ ഉണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ ഈ 2 കാരണങ്ങളാൽ, ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫറിൻ, ഈ 2 കാരണങ്ങളാൽ ഒരാൾക്ക് എന്താണ് നോമ്പെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അയാൾ എന്താ ചെയ്യേണ്ടത്?
അയാൾക്ക് പ്രയാസമാണെങ്കിൽ അയാൾ അപ്പോഴും നോമ്പെടുക്കണോ? അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു അവന് നോമ്പെടുക്കാതിരിക്കാം. എന്നിട്ട് അവന് പകരം എന്താ ചെയ്യേണ്ടത്? ഫഇദ്ദത്തുൻ, ഇദ്ദ നമ്പർ, ഓക്കെ, ഐൻ ദാൽ ദാൽ. അപ്പം അതേ നമ്പർ, എത്ര നോമ്പാണോ അവൻ എടുക്കാതിരുന്നത് അതേ നമ്പർ, മിൻ അയ്യാമിൻ, ദിവസങ്ങളിൽ നിന്നും, ഉഹ്ർ, മറ്റു ദിവസങ്ങൾ, ഓക്കെ, മറ്റുള്ള. ഉഹ്ർ എന്ന് പറയുന്നത് ഉഹ്റ, ഹംസ ഖറ, ഉഹ്റയുടെ പ്ലൂറലാണ് ഉഹ്ർ. അപ്പം അതേ നമ്പർ ഓഫ്, അതായത് എത്ര ദിവസം എത്ര എണ്ണം നോമ്പാണോ അവന് മിസ്സായത് അതേ നമ്പർ ഓഫ് നോമ്പുകൾ മറ്റ് ദിവസങ്ങളിൽ അതിന് ശേഷം അവന് എടുക്കണം. നോമ്പിന് ശേഷം അല്ലെങ്കിൽ റമദാനിന് ശേഷം അവന് എടുക്കണം. ഒരാള് യാത്ര ചെയ്യാണ്, യാത്രയുടെ പ്രയാസം കാരണം അയാൾ 2 ദിവസം യാത്ര ചെയ്യാണ്, 2 നോമ്പ് അയാൾക്ക് മിസ്സായി എന്ന് വെച്ചാൽ അതേ 2 നോമ്പ് അയാൾ പിന്നീട് എടുക്കണം. ഓക്കെ, അല്ലെങ്കിൽ ഒരാൾ രോഗിയാവുകയാണ്, രോഗിയായതിന്റെ പേരിൽ 4-5 നോമ്പ് മിസ്സായി കഴിഞ്ഞാൽ അതേ എണ്ണം നോമ്പ് റമദാനിന് ശേഷം അയാളുടെ ആരോഗ്യം ഓക്കെ ആവുമ്പോൾ അയാൾ എടുക്കണം. ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. ഇനി എപ്പോഴൊക്കെയാണ് രോഗിയായിട്ടുള്ള ഒരാള് അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന ഒരാൾക്ക് നോമ്പ് എടുക്കാതിരിക്കാനുള്ള അനുവാദം, അതിന്റെ റൂളിങ്സ് എന്താന്ന് നമുക്ക് നോക്കാം. നമ്മൾ പറയുന്ന രോഗത്തിനും ലെവലുകളുണ്ട്, യാത്രയ്ക്കും ലെവലുകളുണ്ട്. ഇനി ആദ്യം നമുക്ക് രോഗത്തിന്റെ ലെവലുകൾ നോക്കാം. ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത്, ഒരാള് രോഗിയാണ്, നോമ്പൊഴിച്ചെന്ന് വെച്ചിട്ട് വലിയ പ്രശ്നമൊന്നുള്ള രോഗമൊന്നുമല്ല. ഓക്കെ, ഒരു ഈ പറഞ്ഞ പോലെ ചെറിയൊരു തലവേദനയോ അല്ലെങ്കിൽ ഒരു കോൾഡോ പനിയൊന്നുമില്ല, മരുന്നും കഴിക്കുന്നില്ല. ഇനി അതും അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ കണ്ടീഷൻ ആവാം, അതായത് ഒരു സ്ത്രീ പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു സ്ത്രീ, ഓക്കെ, അല്ലെങ്കിൽ പാല് കൊടുക്കുന്ന ഒരു സ്ത്രീ. അപ്പം അവർക്ക് വേണമെങ്കിൽ നോമ്പെടുക്കാം, കുഴപ്പമൊന്നുമില്ല. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അത് അതിന്റെ ഒരു ഫസ്റ്റ് ലെവലാണ്. ഇനി വേറെയും ഇപ്പൊ പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകളെ കുറിച്ച് സംബന്ധിച്ച് നോക്കുമ്പോൾ വേറൊരു അവസ്ഥ ഉണ്ടാവും അല്ലെ. നോമ്പൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഫുൾ ഡേ അവർക്ക് ഛർദിയാണ്, നിൽക്കാനിരിക്കാനും പറ്റാത്ത അവസ്ഥയാണ്. അതല്ലെങ്കിൽ കുട്ടിക്ക് പാല് ഉണ്ടാവില്ല, കുട്ടി ഫുൾ ഡേ കരച്ചിലാണ് നോമ്പെടുത്തു കഴിഞ്ഞാല്. അപ്പം ഡിഫറെന്റ് ടൈപ്പ് അല്ലെങ്കിൽ ഡിഫറെന്റ് ലെവൽ രോഗങ്ങൾ ഉണ്ട്. അപ്പം ആദ്യത്തെ സിറ്റുവേഷൻ നമ്മൾ പറഞ്ഞത്, ഒരാൾ രോഗിയാണ് പക്ഷെ നോമ്പെടുത്തെന്ന് വെച്ചിട്ട് അയാളെ വലിയ കാര്യമായിട്ട് ബാധിക്കാനൊന്നും പോണില്ല. ഇതേ സ്ത്രീയുടെ കാര്യം വരുമ്പോൾ, പ്രഗ്നന്റ് ആയുള്ള സ്ത്രീയുടെ കാര്യം വരുമ്പോൾ ഒക്കെ അവള് പ്രഗ്നന്റ് ആണ് പക്ഷെ നോമ്പെടുത്തെന്ന് വെച്ചിട്ട് അയാൾക്ക് വലിയ അവൾക്ക് പ്രശ്നമൊന്നുമില്ല. ഇപ്പം വിന്ററിലൊക്കെ റമദാൻ വരികയാണ്, അല്ലെങ്കിൽ ഷോർട്ട് ആയിട്ടുള്ള റമദാന്റെ ലെങ്ത് കുറഞ്ഞിട്ടുള്ള സമയമൊക്കെ ആണ്, കുഴപ്പമില്ല, ഒരു 4-5 മണിക്കൂർ ഉറങ്ങി ബാക്കിയുള്ള സമയത്ത് എന്റെ ഇബാദത്തൊക്കെ ചെയ്ത് എനിക്ക് നോമ്പ് അഡ്ജസ്റ്റ് ചെയ്യാം എന്നുണ്ടെന്നുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ് അവള് നോമ്പെടുക്കണം. അവളെന്നല്ല, അതുപോലെ ഒരു രോഗമുള്ള ആൾ, ഇപ്പൊ പറഞ്ഞ പോലെ ഒരു തലവേദനയുള്ളൂ അല്ലെങ്കിൽ ഒരു കോൾഡേ ഉള്ളൂ, അതിനിപ്പോ ആ പകല് മരുന്ന് കഴിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനെയുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ നോമ്പ് എടുക്കണം. ഓക്കെ, അതുകൊണ്ട് അതായത് ആ ഒരു രോഗത്തിൽ നോമ്പെടുത്തത് കൊണ്ട് അയാൾക്ക് അത് വലിയൊരു പ്രയാസം ഇല്ലാന്നുണ്ടെങ്കിൽ നോമ്പെടുക്കണം. ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഒരാള് നോമ്പെടുത്തു കഴിഞ്ഞാൽ അയാൾക്കത് പ്രയാസമാവും. ആ ഒരു ദിവസം കടന്നു കിട്ടാൻ വേണ്ടിയിട്ട് ഇച്ചിരി പ്രയാസമായിരിക്കും. കാരണം ഇപ്പോൾ ഒരാൾ രോഗിയാണ്, അയാൾക്ക് മരുന്ന് കഴിക്കാനുണ്ട്. ഇപ്പൊ ഡോക്ടർ പറയാണ് നിങ്ങൾ ഈ മരുന്ന് ദിവസം 4 നേരം കഴിക്കണം. അയാൾ ആ മരുന്ന് കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അപ്പൊ ചില കേസിൽ നമുക്കറിയാം, ഇപ്പൊ ഡോക്ടേഴ്സ് തന്നെ ചില രോഗങ്ങളുടെ കാര്യത്തിൽ പറയും കുഴപ്പമില്ല, നിങ്ങൾ ആ ഉച്ചക്കത്തെ മരുന്ന് രാവിലെ കഴിച്ചാൽ മതി എന്നൊക്കെ പറയുന്ന സിറ്റുവേഷൻ ഉണ്ട്. അതല്ലാതെ ഇപ്പം ഒരു സർജറി നടന്ന ഒരാൾ, പോസ്റ്റ് സർജറി റിക്കവറി, അല്ലെ, സർജറി കഴിഞ്ഞിട്ട് നമ്മൾ റിക്കവർ ചെയ്യുന്ന ഒരു സമയമുണ്ട്. ഇപ്പം എന്ത് സർജറി ആണെന്നുള്ളതിന് ഡിപ്പെൻഡൻസ് ചെയ്തിട്ടിരിക്കും, ഇൻഫെക്ഷൻ ഉണ്ടാവും, വേദന ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കേസിലൊക്കെ ആ ഒരു ഇടക്കുള്ള സമയത്തെ മരുന്ന് സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവും, അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം അങ്ങനെ എങ്ങാനും അത് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം ഒരു മുറിവിനൊക്കെ ഉള്ള സർജറി, അങ്ങനെയൊക്കെ സർജറി ആയി കഴിഞ്ഞാൽ ആ ഒരു ഫുൾ ഡേയിൽ മരുന്ന് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര വേദനയായിരിക്കും, സഹിക്കാൻ പറ്റാത്ത വേദനയായിരിക്കാം. അതല്ലെങ്കിൽ ചില കേസിൽ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണെങ്കിൽ, അതായത് അയാള് മരിച്ചൊന്നും പോവില്ല, പക്ഷേ ഭയങ്കര പ്രയാസമാണ് നോമ്പെടുത്ത് കഴിഞ്ഞാൽ. ഒരു ദിവസം മുഴുവനും ബെഡിൽ കിടന്ന് ഒപ്പിച്ചാൽ തന്നെയും ഭയങ്കര പ്രയാസമാണ്. അതേപോലെ ഇപ്പോൾ പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീയുടെ കാര്യം പറയുമ്പം, അവൾക്ക് നോമ്പ് എടുക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ ഫുൾ ഡേ ഓക്കാനും അല്ലെങ്കിൽ തലകറക്കവും ഒക്കെയാണ്. മരിച്ചൊന്നും പോവില്ല, പക്ഷെ ഭയങ്കര പ്രയാസമാണ്. ഓക്കെ, ഫസ്റ്റ് ലെവൽ നമ്മൾ ആദ്യത്തത് കണ്ടു, അവിടെ നോമ്പ് എടുക്കണം എന്നാ പറഞ്ഞത്. രണ്ടാമത്തെ ലെവലില് ഇവിടെ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നോമ്പ് സ്കിപ്പ് ചെയ്യൽ അനുവദനീയമാണ്. ഓക്കെ, സ്കിപ്പ് ചെയ്യൽ നോമ്പ് എടുക്കാതിരിക്കൽ അനുവദനീയമാണ്.
ഓക്കെ. അപ്പം ശരിക്കും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരുന്ന ഒഴിവ് കഴിവ് അത് നമ്മൾ ഉപയോഗിക്കണം. ആ നോമ്പ് ശരിക്കും നമ്മൾ ഒഴിവാക്കിയിട്ട് പിന്നീട് എടുക്കുകയാണ് വേണ്ടത്. ഇനി മൂന്നാമത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും നോമ്പ് എടുത്തു കഴിഞ്ഞാൽ നല്ല പണി കിട്ടും, നല്ല പോലെ പ്രയാസം ഉണ്ടാവും. ഓക്കെ. എന്താണ് അവനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു രോഗം വന്ന് മാറിയാളാ രോഗം കുറച്ച് ദിവസമായിട്ട് അയാൾക്ക് പിടിപെട്ടിട്ടുണ്ട്, പക്ഷെ രോഗം മാറി, പക്ഷെ ഭയങ്കര ടയേർഡാണ് ഈ രോഗം കാരണം. അതുകൊണ്ട് ഇയാൾ ട്രിപ്പിൽ ആണ് കിടക്കുന്നത്. ഓക്കെ. ട്രിപ്പ് കൊടുത്തോണ്ടിരിക്കുകയാണ്, ഇയാളുടെ ബോഡി ഒന്ന് റിവൈവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാഹ്. ആ ട്രിപ്പ് ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ അയാൾക്ക് ബോധം പോലും ഉണ്ടാവില്ല. അങ്ങനെയുള്ള അവസ്ഥയിലാണെങ്കിൽ അതേപോലെ ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു സ്ത്രീ, ഓക്കെ, ഇത് നേരത്തെ പറഞ്ഞ സെക്കൻഡ് പറഞ്ഞ കേസിൽ നമ്മൾ അവൾ നോമ്പെടുത്തു കഴിഞ്ഞാൽ അവൾക്ക് ഛർദിയും തലകറക്കവും എന്നൊക്കെയാണ്. പക്ഷെ ഈ തേർഡ് കേസിൽ ഈ നോമ്പെടുത്തു കഴിഞ്ഞാൽ അത് അവളുടെ ഗർഭപാത്രത്തിലെ കുട്ടിയെ ബാധിക്കും. കുട്ടിക്ക് വേണ്ട പോഷകങ്ങൾ കിട്ടാതെ ഒരു പക്ഷേ അത് പ്രോപ്പറായിട്ട് ഡെലിവറി ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലെത്തും, അല്ലെങ്കിൽ അവളുടെ ആരോഗ്യത്തിനെ ദോഷകരമായ രീതിയിൽ അങ്ങനെ നോമ്പെടുത്തു കഴിഞ്ഞാൽ അവള് ഫുൾ കൊളാപ്സ് ആവുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും ഭയങ്കരമായിട്ട് അവൾക്ക് ബാധിക്കപ്പെടുന്ന ഒരു പ്രശ്നം, പിന്നെ അവള് ഫുൾ ബെഡ് റെസ്റ്റിലൊക്കെ ആയി പോണ ഒരവസ്ഥ. അപ്പൊ അങ്ങനെ ഉള്ള ഉപദ്രവം, അങ്ങനെയുള്ള പ്രയാസം ഒരാൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ അപ്പൊ നോമ്പെടുക്കാൻ പാടില്ല. ഓക്കെ. മൂന്നാമത്തെ കേസിൽ നോമ്പെടുക്കാൻ പാടില്ല, ചോയ്സ് ഇല്ല, അവിടെ പാടില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ശരിയാത്ത നിയമപ്രകാരം നോമ്പെടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വലാ തഖ്തുലൂ അൻഫുസക്കും, നിങ്ങൾ നിങ്ങളെ സ്വയം കൊല്ലരുത്, അല്ലെ, നിങ്ങളെ മരണത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ മനഃപൂർവ്വം ചെയ്യരുത്. സുബ്ഹാനല്ലാഹ്. അതിന് അയാൾക്ക് കുറ്റബോധം തോന്നേണ്ട കാര്യമില്ല ആ സമയത്ത് നോമ്പ് ഒഴിവാക്കുമ്പോൾ. അപ്പൊ 3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമത്തെ കാര്യത്തില് കുഴപ്പമില്ല, ഈസിയാണ്, അല്ലെ, എടുത്തെന്ന് വെച്ചിട്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, അപ്പൊ അയാൾ നോമ്പ് എടുക്കണം. രണ്ടാമത്തെ കാര്യത്തില് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര എങ്ങനെയെങ്കിലും നോമ്പ് എടുത്ത് തീർക്കാം, പക്ഷെ ഭയങ്കര പ്രയാസത്തോടു കൂടിയാണ് സർവൈവ് ചെയ്യുന്നത്. ആ കേസിൽ ചോയ്സ് ഉണ്ട്, എടുക്കുകയോ എടുക്കാതിരിക്കുകയോ ചെയ്യാം. മൂന്നാമത്തെ കേസിൽ അത് അയാളെ ഭയങ്കരമായിട്ട് ബാധിക്കും, അല്ലെ, ഒരു പ്രഗ്നന്റ് ലേഡി ആണെങ്കിൽ അതിൽ വയറ്റിലെ കുട്ടീനെ ബാധിക്കും എന്ന് പറയുകയാണെങ്കിൽ നോമ്പെടുക്കാൻ പാടില്ല. 3 ലെവലുകളാണ്. ഫമൻ കാന മിൻകും മരീദൻ. ഇനി ഔ അലാ സഫർ, യാത്രയുടെ കാര്യത്തിൽ എടുക്കാം. യാത്ര ഈ പറഞ്ഞ പോലെ 3 ലെവലുകളാക്കിയിട്ട് നമുക്ക് കാണാം. ഒന്നാമത്തെ ലെവൽ എന്ന് പറയുന്നത് സുബ്ഹാനല്ലാഹ്, ഒന്നാമത്തെ ലെവലില് അയാൾ യാത്ര ചെയ്യുന്നുണ്ട്, അത് അത്ര വലിയൊരു പ്രയാസമൊന്നുമില്ല. ഓക്കെ. അയാൾ വീട്ടിൽ നിന്ന് നോമ്പെടുക്കുന്ന പോലൊക്കെ തന്നെയാണ് യാത്രയിൽ നോമ്പെടുത്താലും, അതേപോലെ ഒരേപോലെയാണ്, വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഉദാഹരണത്തിന് ഒരാൾ 1 മണിക്കൂർ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നു, 1 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നു, അവിടെ എത്തുന്നു, അല്ലെ, അവിടെ എത്തുന്നു, നോമ്പ് തുറക്കുന്നു, വലിയ കുഴപ്പമൊന്നുമില്ല. ഫ്ലൈറ്റിൽ യാത്ര എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത്ര വലിയൊരു പ്രയാസമുള്ള കാര്യമല്ല, പോകുന്നതും കാറിലായിരിക്കും, വലിയ പ്രയാസമൊന്നുമില്ല, ട്രിപ്പ് വളരെ ഈസിയാണ്. ഓക്കെ. അയാൾക്ക് സുബ്ഹാനല്ലാഹ് നോമ്പ് എടുക്കാം. ഓക്കെ. നോമ്പ് എടുക്കണം എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ. ഓക്കെ. ഇനി രണ്ടാമത്തെ കാര്യം ഇതന്നെ, ഇതേ യാത്ര തന്നെ, പക്ഷേ അയാൾ പറയാണ് യാത്രയൊന്നും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇതിനു വേണ്ടി ഞാൻ വളരെ നേരത്തെ എണീക്കണം, എന്നിട്ട് അതിനുശേഷം എനിക്ക് ഉറങ്ങാനും പറ്റൂല, അവിടെ എത്തിക്കഴിഞ്ഞാൽ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, കുറെ ജോലികളുണ്ട്, ബിസിനസ് ഉണ്ട്, അതുകൊണ്ട് എനിക്ക് നോമ്പെടുക്കാൻ പറ്റൂല. സത്യം പറയുകയാണെങ്കിൽ യാത്ര അയാൾക്ക് വലിയ പ്രയാസമൊന്നുമില്ല, പക്ഷെ നോമ്പെടുത്തു കഴിഞ്ഞാൽ എനിക്ക് വലിയ പ്രയാസമായിരിക്കും എന്ന് അയാൾ പറയാണ്. ഓക്കെ. അയാൾക്ക് ചോയ്സ് ഉണ്ട്, അയാൾക്ക് വേണമെങ്കിൽ എടുക്കാം, വേണ്ടെങ്കിൽ എടുക്കണ്ട. രോഗത്തിന് പോലെയല്ല, രോഗം നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ലെവലിൽ നോമ്പ് എടുക്കണം എന്നായിരുന്നു പറഞ്ഞത്. യാത്രയുടെ കാര്യത്തിൽ അയാൾക്ക് ചോയ്സ് ഉണ്ട്. കാരണം ഹദീസുകളുണ്ട്. സ്വഹീഹ് മുസ്ലിമിൽ വന്നിട്ടുള്ള ഒരു ഹദീസിൽ അബൂ ദർദാ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതായിട്ട് പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നമ്മൾ ഒരു യാത്ര, റമദാനിൽ ഒരു യാത്ര തിരിച്ചു. ഭയങ്കര ചൂടായിരുന്നു, ഓരോരുത്തരും അവനവന്റെ തലയിൽ ഇങ്ങനെ കൈവെക്കുമായിരുന്നു, ചൂടിൽ നിന്ന് തടയാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് നമ്മളിൽ ആരും നോമ്പെടുത്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബ്ദുള്ള ഇബ്നു റവാഹ എന്ന് പറയുന്ന ഒരു സ്വഹാബിയും അല്ലാതെ വേറെ ആരും നോമ്പെടുത്തിട്ടില്ല. കാരണം ഭയങ്കര ചൂടാണ്. ഞാൻ പറഞ്ഞല്ലോ, ചൂട് കാരണം ഇങ്ങനെ തലയിൽ കൈ വെക്കുമായിരുന്ന ആൾക്കാർ. സുബ്ഹാനല്ലാഹ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരു സ്വഹാബിയും മാത്രമേ നോമ്പെടുത്തിട്ടുള്ളൂ, മറ്റുള്ളവർ നോമ്പെടുത്തിട്ടില്ല. ഇവിടെ ഈ കാര്യത്തിനെ നമ്മൾ ഈസിയാന്ന് പറയാനുള്ള ഒരു കാരണം വെച്ചാൽ ആ ചൂട് സുബ്ഹാനല്ലാഹ് പുറത്തുള്ള അതേ ചൂട് അന്ന് വീട്ടിലും ഉണ്ട്. ഇവര് വീട്ടിലിരിക്കുകയാണെങ്കിലും ഏകദേശം ഇതേ സിറ്റുവേഷൻ തന്നെയാണ്. കാരണം അന്ന് വീട്ടിലും എയർ കണ്ടീഷൻ ഒന്നുമില്ല, അല്ലെ, യാത്രയിലും കാറുകളൊന്നുമില്ല. അപ്പം ഏകദേശം ഒരേപോലെയാണ് സിറ്റുവേഷൻസ്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ചോയ്സ് ഉണ്ട് യാത്രയുടെ കാര്യത്തിൽ.
വ്യത്യാസമൊന്നുമില്ല വീട്ടിലുണ്ടെങ്കിലും പുറത്തുണ്ടെങ്കിലും. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ലെവലിൽ തന്നെ യാത്രക്കാരന് എന്താണ് ചോയ്സ് ഉണ്ട്. വേറൊരു ഹദീസ് ഇതേപോലെ സഹീഹ് ബുഖാരിയിൽ വന്നിട്ടുള്ള ആണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട്, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യാത്ര ചെയ്യാറുണ്ടായിരുന്നു. ആ സമയത്ത് എന്താണ്, നോമ്പെടുക്കുന്നവൻ നോമ്പെടുക്കാത്തവനെയോ നോമ്പെടുക്കാത്തവൻ നോമ്പെടുക്കുന്നവനെയോ പരിഹസിക്കൂലായിരുന്നു. സുബ്ഹാനല്ലാഹ്. അങ്ങോട്ടും ഇങ്ങോട്ടും പരദൂഷണം അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യൂലായിരുന്നു. അപ്പം കുറച്ചാൾക്കാർ എടുക്കുമായിരുന്നു, കുറച്ചാൾക്കാർ എടുക്കൂലായിരുന്നു എന്ന് വെച്ച് ആരും ഒരാളെയും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തൂലായിരുന്നു. അപ്പം ഒന്നാമത്തെ ലെവലിൽ തന്നെ യാത്രയുടെ കാര്യത്തിൽ ചോയ്സ് ഉണ്ട്. ഓക്കെ, വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ എടുക്കാതിരിക്കാം. യാത്ര ഈസിയാണ്. അതായത് വീട്ടിലിരിക്കുന്നതും യാത്രയിൽ പോകുന്നതും തമ്മിൽ വലിയ വ്യത്യാസം ഇല്ലാത്ത കേസാണ് ഈ ഒന്നാമത്തെ കേസ്. ഇനി രണ്ടാമത്തെ കേസിലേക്ക് വരുമ്പോൾ, ഒരാൾക്ക് സുബ്ഹാനല്ലാഹ് പ്രയാസമാണ് എന്ന് വെച്ച് ഭയങ്കര പ്രയാസമല്ല എന്നുള്ള കാര്യത്തിൽ. ഓക്കെ, അയാൾക്ക് നോമ്പ് എടുത്തു കഴിഞ്ഞാൽ പ്രയാസമുണ്ട്, എന്നാൽ വല്ലാതെ പ്രയാസം ഇല്ല. അപ്പൊ ഒരാള് കാറിൽ പോവാണ്, പക്ഷെ അയാളുടെ AC വർക്ക് ചെയ്യുന്നില്ല നോക്കുക കാറില്. യാത്ര ഒരുപാട് ലോങ് ഒന്നുമല്ല, പക്ഷെ AC വർക്ക് ചെയ്യുന്നില്ല, ചൂടാണ്. സുബ്ഹാനല്ലാഹ്, അയാൾക്ക് ഈ വിൻഡോ ഒക്കെ താത്തി ചൂടൊക്കെ സഹിച്ചിട്ട് പോണം അല്ലെ. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അവൻ നോമ്പ് എടുക്കാതിരിക്കുന്നതാണ് ഉത്തമം. എടുക്കാതിരിക്കലാണ് ഉത്തമം. എടുക്കരുത് എന്നല്ല പറയുന്നത്, എടുക്കാതിരിക്കലാണ് ഉത്തമം. കാരണം ഈ ഒരു സിറ്റുവേഷനിൽ ഇയാൾ വീട്ടിലിരിക്കുകയാണെങ്കിൽ ഒരു പക്ഷെ ഇയാൾക്ക് ഒരു ഗ്ലാസ് ജ്യൂസോ ഒരു ചായയോ കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നൂല അല്ലെ. യാത്രയിലാവുമ്പോൾ, ഈ യാത്ര കാറിലാണെങ്കിൽ പോലും കാറിൽ AC വർക്ക് ചെയ്യാത്തത് കൊണ്ട് പുറത്തുള്ള ചൂട് കൊണ്ട് ഭയങ്കര ക്ഷീണം തോന്നുന്നുണ്ടാവും. കുറച്ച് വെള്ളം കിട്ടിയിരുന്നെങ്കിൽ, കുറച്ച് ചായ കിട്ടിയിരുന്നെങ്കിൽ. അപ്പൊ വീട്ടിലിരിക്കുന്നതും പുറത്തു പോകുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് ഈ കാര്യത്തിൽ. അപ്പം ഇവിടെ നോമ്പ് എടുക്കാതിരിക്കലാണ് ഉത്തമം. ഓക്കെ, അതാണ് അവിടെ റെക്കമെൻഡഡ് ആയിട്ടുള്ള കാര്യം. സ്വഹീഹ് ബുഖാരിയിൽ വന്നിട്ടുള്ള റിപ്പോർട്ടിൽ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് പറയുന്നു, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു യാത്ര പോവായിരുന്നു. അപ്പം ഒരു കൂട്ടം ആളുകളെ ഞങ്ങൾ കണ്ടു. അതിൽ ഒരാള് മറ്റുള്ളവര് അവർ ഷെയ്ഡ് ചെയ്ത് കൊടുത്തു, അവരിങ്ങനെ മറ്റേ ആൾക്ക് തണൽ ആക്കി കൊടുക്കുന്നത് പോലെ കണ്ടു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു എന്താ കാര്യം. അപ്പൊ പറഞ്ഞു, ഈ ആള്, അതായത് ആർക്കാണോ അവർ തണൽ കൊടുക്കുന്നത് അയാള് എന്താണ് നോമ്പ് അയാള് നോമ്പ് എടുക്കുന്നവനാണെന്ന് പറഞ്ഞു. ഫഖാലു സ്വായിമുൻ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു മറുപടി ഉണ്ട്, ലൈസ മിനൽ ബിർരി സൗമു ഫിസ് സഫർ. യാത്രയിലുള്ള നോമ്പ് എന്താണ്, ബിർറല്ല അല്ലെ. അതൊരു വലിയ അമൽ സ്വാലിഹാത്താന്ന് വിചാരിച്ച് നിങ്ങൾ ചെയ്യണ്ട. അപ്പം ആ ഒരു വ്യക്തി മാത്രം അവിടെ നോമ്പെടുക്കുന്നുണ്ട്, ബാക്കിയുള്ളവരൊക്കെ അയാളെ പ്രയാസം കാരണം അയാൾക്ക് ഇങ്ങനെ തണൽ കൊടുത്തോണ്ടിരിക്കുകയാണ്. നല്ല ചൂടാണ്, ഒരു പക്ഷെ അയാൾക്ക് തല കറങ്ങുന്നുണ്ടാവും. നോമ്പായതുകൊണ്ട് വെള്ളം കുടിക്കാൻ പറ്റാഞ്ഞിട്ട് അയാൾക്ക് മറ്റുള്ളവർ തണൽ കൊടുക്കുകയാണ്. അപ്പം യാത്രയിൽ നോമ്പെടുക്കൽ ഭയങ്കര പുണ്യമാണ്, അത്രയും ത്യാഗം സഹിച്ച് നോമ്പെടുക്കൽ ഭയങ്കര പുണ്യമാണെന്ന് വിചാരിച്ചിട്ട്, അതിനെന്തോ എക്സ്ട്രാ പ്രതിഫലം ഉണ്ടെന്ന് വിചാരിച്ചിട്ട്, അതൊരു ബിർറാണെന്ന് വിചാരിച്ചിട്ട് ചെയ്യണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന കഴിവുകൾ ഉപയോഗിക്കാണ്ട് അങ്ങേയറ്റം പ്രയാസമാക്കിയിട്ട് ചെയ്യണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അടുത്ത് പറഞ്ഞു, അതൊരു ബിർറാണെന്ന് കരുതണ്ട. അപ്പൊ നമ്മളെ മേലെ ഡിഫിക്കൽട്ടി, പ്രയാസം ഇമ്പോസ് ചെയ്യാൻ പാടില്ല. അപ്പൊ ഈ സാഹചര്യത്തിൽ നോമ്പ് എടുക്കാതിരിക്കലാണ് ഉത്തമം. ഓക്കെ, ഇനി മൂന്നാമത്തെ കേസ്. ഒന്നാമത്തെ കേസിൽ ചോയ്സ് ഉണ്ട്, എടുക്കാതിരിക്കേ ചെയ്യാം. രണ്ടാമത്തെ കേസിൽ എടുക്കാതിരിക്കലാണ് ഉത്തമം. ഞാൻ നേരത്തെ പറഞ്ഞു, ചെറിയൊരു നൂലിന്റെ വ്യത്യാസം പലതും തമ്മിൽ ഉണ്ടാവുള്ളൂ. ഇപ്പം ക്ലാസ് കഴിഞ്ഞ പാട് സംശയത്തിന്റെ കൊട്ടയും കൊണ്ട് ആരും വരണ്ട ഈ കാര്യത്തിൽ. ഇത് ശരിക്കും കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഇനി മൂന്നാമത്തെ സിറ്റുവേഷനിൽ സുബ്ഹാനല്ലാഹ്, യാത്ര ഭയങ്കര പ്രയാസം ഉണ്ടാക്കുന്ന കേസ്. ഓക്കെ, യാത്ര ചെയ്യുന്നതുകൊണ്ട് അയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. സുബ്ഹാനല്ലാഹ്, കഷ്ടപ്പെട്ടിട്ടാണ് പോണത്. ചിലപ്പം തല കറങ്ങി പോവും, അതല്ലെങ്കിൽ ഭയങ്കര ഇറിറ്റേഷൻ, ദേഷ്യം ഒക്കെ ഉണ്ടാവുന്ന സിറ്റുവേഷനുള്ള ഒരു യാത്ര. കാരണം നമുക്കറിയാം, ഇതുപോലെയുള്ള അതായത് റമളാനിൽ നോമ്പെടുത്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ദേഷ്യപ്പെടുന്നതും അല്ലെ ചീത്ത പറയുന്നതും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. സഹീഹ് ബുഖാരിയിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഒരു റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട്, മല്ലം യദ ഖൗല സൂരി വൽ അമല ബിഹി വൽ ജഹ്ല ഫലൈസ ലില്ലാഹി ഹാജത്തുൻ അൻ യദഅ തആമഹു വശറാബഹു. ആര് നോമ്പായിട്ട് കളവ് പറയുന്നതും ചീത്ത പ്രവർത്തികൾ ചെയ്യുന്നതും മറ്റുള്ളവരുടെ ചീത്ത വാക്കുകൾ ഉപയോഗിക്കുന്നതും ഒഴിവാക്കുന്നില്ലയോ, അയാളുടെ എന്താണ് പട്ടിണിയും അല്ലെ വെള്ളം, അയാളുടെ ഭക്ഷണം ഒഴിവാക്കലും വെള്ളം ഒഴിവാക്കലും അള്ളാഹ്ക്ക് ആവശ്യമില്ല.
അപ്പം അത്തപ്രകാരം നോമ്പെടുത്ത് യാത്ര ചെയ്ത് ഭയങ്കര ക്ഷീണമായി ദേഷ്യവും വെറുപ്പും ഒക്കെ ആയിട്ടുള്ള ഒരു അവസ്ഥയാണെങ്കിൽ അത് ഭയങ്കര ഡിഫിക്കൽട്ടി, ഭയങ്കര നോമ്പെടുത്ത് കഴിഞ്ഞാൽ തീരെ താങ്ങാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള യാത്രയാണെങ്കിൽ ആ മനുഷ്യൻ നോമ്പെടുക്കാൻ പാടില്ല എന്നാ പറയുന്നത്. ഓക്കെ, മൂന്നാമത്തെ ലെവല് സ്വഹീഹ് മുസ്ലിമിൽ വന്ന ഒരു റിപ്പോർട്ട് ഉണ്ട്. ജാബിർ ബിൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും മദീനയിൽ നിന്ന് മക്കയിലേക്ക് റമളാനിൽ പോവുകയുണ്ടായി. മക്ക ഫത്ഹിന്റെ സമയത്ത് നോമ്പെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവര് ഈ ഹദീസ് പല വേർഷൻസ് ഉണ്ട്. അപ്പം പല സ്ഥലങ്ങൾ പറയുന്നുണ്ട്. ഒരു റിപ്പോർട്ടിൽ ഉസ്ഫാൻ എന്നൊരു സ്ഥലം പറഞ്ഞിട്ടുണ്ട്, വേറെ സ്ഥലത്ത് ഖുറാൽ അമീം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം. അപ്പം ആളുകളും നോമ്പെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഗ്ലാസ് വെള്ളം ചോദിക്കും. എന്നിട്ട് വെള്ളം വാങ്ങിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഉയർത്തിപ്പിടിച്ച് കാണിച്ചു കൊടുക്കും എല്ലാവർക്കും, എന്നിട്ട് കുടിക്കും. അതെന്തിനാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് മുറിച്ചു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാ. അത്ര നല്ല ചൂടുണ്ട്, ഭയങ്കര പ്രയാസമായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നോമ്പ് മുറിച്ചു, മറ്റുള്ളവരുടെ അടുത്തും നോമ്പ് മുറിക്കാനുള്ള ഒരു ആഹ്വാനമായിട്ടാണ് അത് പറഞ്ഞത്. പക്ഷേ അതിനുശേഷവും ആ കൂട്ടത്തില് ചിലര് ഇല്ല, ഞാൻ എന്ത് പ്രയാസം സഹിച്ചിട്ടും ഞാൻ നോമ്പെടുക്കും, ഞാൻ നോമ്പ് മുറിക്കൂല എന്നുള്ള രീതിയിൽ നോമ്പ് എടുത്തവര് ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അവരെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഉലൈകൽ ഉസാതു ഉലൈകൽ ഉസാതു, അവര് എന്താണ്? അനുസരണക്കേട് കാണിച്ചവരാണ്, അവര് അനുസരണക്കേട് കാണിച്ചവരാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് നോമ്പ് എടുക്കാതിരിക്കാനുള്ള ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട് അല്ലേ? യാത്ര ചെയ്യുന്നുണ്ട്, ഭയങ്കര പ്രയാസമുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് മുറിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആൾക്കാർ പറയാണ് ഇല്ലില്ല, ഞാൻ ഏത് പ്രയാസം സഹിച്ചിട്ട് അല്ലെ. നമ്മൾ ഇന്നത്തെ കാലത്ത് പല കാര്യങ്ങളും ഇതുപോലെയുള്ള തഖ്വക്കാരെ കാണാറുണ്ട്. ഭയങ്കര തഖ്വയാണ് അല്ലെ. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ ഒഴിവുകഴിവുകളും അല്ലാഹു സുബ്ഹാനഹു വതആല കൊടുത്ത അനുവാദങ്ങളും എടുക്കാത്ത ലെവലിലുള്ള തഖ്വ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഉലൈകൽ ഉസാതു, അവർ അനുസരണക്കേട് കാണിച്ചവരാണ്. സുബ്ഹാനല്ലാഹ്. അത് ഏകദേശം ഹറാമിന്റെ അടുത്ത് വന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പം 3 തരത്തിലുള്ള യാത്രയാണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമത്തത് ഈസിയാണ്, അതായത് കുഴപ്പമൊന്നുമില്ല, വേണമെങ്കിൽ എടുക്കാം. പക്ഷെ ആ വ്യക്തി ആ യാത്രയുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളെല്ലാം കൂടെ കൺസിഡർ ചെയ്തിട്ട് എനിക്ക് പ്രയാസമാണെന്ന് മനസ്സിലാക്കിയിട്ട് നോമ്പെടുക്കാതിരിക്കുകയാണെങ്കിൽ ഓക്കെയാണ്, കാരണം അയാൾക്ക് ചോയ്സ് ഉണ്ട്. രണ്ടാമത്തത് കുറച്ച് പ്രയാസമുണ്ട് യാത്രയിൽ. ഓക്കെ, അതായത് ആദ്യത്തേൽ നമ്മൾ പറഞ്ഞു വീട്ടിലിരിക്കുന്നതും പുറത്തു പോകുന്നതും തമ്മിൽ വലിയ വ്യത്യാസമില്ലാത്ത കേസാണ്, എന്നാലും അയാൾക്ക് ചോയ്സ് ഉണ്ട് എടുക്കാനും എടുക്കാതിരിക്കാനും വേണ്ടിയിട്ട്. രണ്ടാമത്തത് കുറച്ച് പ്രയാസമാണ്, കാരണം വീട്ടിലിരിക്കുന്നതിനേക്കാളും പ്രയാസം തന്നെയാണ്. ഇപ്പൊ നമ്മൾ എ സി കേടായ ഒരു കാറിന്റെ കാര്യം പറയുന്നത് അല്ലെ, ചൂട് കൊണ്ട് അയാൾക്ക് വെള്ളം കുടിക്കാൻ തോന്നുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എടുക്കാതിരിക്കലാണ് ഉത്തമം. മൂന്നാമത്തത് യാത്ര ഭയങ്കര പ്രയാസമാണ്. ഈ പറഞ്ഞ പോലത്തെ ഉദാഹരണങ്ങളാവും. ഇനിയിപ്പോ ഫ്ലൈറ്റിലൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ 20-22 മണിക്കൂറുള്ള യാത്രകളൊക്കെ ആണെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? നോമ്പ് എടുക്കരുത്. അവൻ അങ്ങനെ ഒരു പ്രയാസം അവന്റെ മേൽ ഇമ്പോസ് ചെയ്യരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ഒരു ഒഴിവുകഴിവാണ് അത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ മക്കയിൽ നിന്നുള്ള മദീനയ്ക്കുള്ള യാത്രയുടെ ഹദീസ്. ഓക്കെ, ഇനി അപ്പം അതിന്റെ വിവിധ ലെവലുകൾ നമ്മൾ കണ്ടു. ഇനി ഒരു വ്യക്തി നോമ്പ് രോഗം കൊണ്ടോ യാത്ര കൊണ്ടോ നോമ്പ് ഒഴിവാക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു അവൻ പിന്നീട് ആ നോമ്പ് എടുത്തു വീട്ടണം അല്ലെ, അതേ നമ്പർ നോമ്പ് എടുത്തു വീട്ടണം. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് വഅലല്ലദീന യുതീഖൂനഹു, ഇനി ആളുകളുടെ മേലെ എന്താണ്? യുതീഖൂനഹു, അവർക്ക് ചെയ്യാൻ പറ്റും, അവർക്ക് അതിനുള്ള കഴിവുണ്ടെന്ന് വിചാരിക്കും നോമ്പെടുക്കാനുള്ള. ഉദാഹരണം യുതീഖൂനഹു എന്ന് പറയുന്ന വാക്ക് തോ വാവ് ഖാഫ്, അത്തോക്ക യുതീഖു, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുള്ള കഴിവ് ഉണ്ടായിരിക്കുക. തോക്കത്ത് നമ്മൾ പറയാറുണ്ട് അല്ലെ, തോക്കത്തില്ല എന്ന് മലയാളത്തിൽ നമ്മൾ താക്കത്ത് എന്ന് പറയും. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഈ തോക്കത്ത് എന്ന് പറഞ്ഞാൽ കൂവത്ത് അതേ അർത്ഥം തന്നെയാണ്, എനർജി അല്ലെങ്കിൽ കപ്പാസിറ്റി, കഴിവ് എന്നൊക്കെ അർത്ഥം. അവർക്ക് നോമ്പെടുക്കാനുള്ള കഴിവുണ്ട്. എപ്പോ? റമളാനില്. ഇതില് ഈ കാര്യത്തിൽ സംസാരിക്കുന്നത് രോഗിയായതോ യാത്രക്കാരനോ ആയ ആളുകളല്ല. ഓക്കെ, രോഗിയായിട്ടും യാത്രക്കാരനായിട്ടും നോമ്പെടുക്കുന്ന, അതായത് നോമ്പെടുക്കാൻ കഴിവുണ്ടെന്ന് സമർത്ഥിച്ച് നോമ്പെടുക്കുന്ന ആളുകളെ കുറിച്ചല്ല, ജനറൽ ആയിട്ട് നോമ്പെടുക്കാൻ കഴിവുള്ള ഒരാള്. ഓക്കെ, അലല്ലദീന യുതീഖൂനഹു, അങ്ങനെ നോമ്പെടുക്കാൻ കഴിവുള്ള ആള്. പക്ഷേ ചില കാരണങ്ങളാൽ അവർക്ക് നോമ്പെടുക്കാൻ അവർക്ക് തോന്നുന്നില്ല, അല്ലെങ്കിൽ അവർ നോമ്പെടുക്കണ്ട എന്ന് തീരുമാനിച്ചു. അവർക്ക് നോമ്പെടുക്കാനുള്ള കഴിവുണ്ട്, പക്ഷെ അവർ നോമ്പെടുക്കണ്ട എന്ന് തീരുമാനിച്ചു. എന്തെങ്കിലും ഒരു റീസൺ ആയിക്കോട്ടെ. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. ഒരാള് പറയണ അടുത്ത മാസം റമദാൻ കഴിഞ്ഞ പാടെ എന്റെ കല്യാണമാണ്, കുറെ ഷോപ്പിംഗ് ഉണ്ട്, എനിക്ക് നോമ്പെടുക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അവരൊക്കെ ഈ കാറ്റഗറിയിൽ വരും. അല്ലെങ്കിൽ എനിക്ക് എക്സാം ആണ്, പ്രിപ്പയർ ചെയ്യണം, സുബ്ഹാനല്ലാഹ്, അതുകൊണ്ട് ഭയങ്കര പ്രയാസമാണ്, ഞാൻ നോമ്പെടുക്കുന്നില്ല.
അല്ലെങ്കിൽ ഒരാൾ പറയും എനിക്ക് പ്രായമായി, അങ്ങനെ പ്രത്യേകിച്ച് രോഗങ്ങളൊന്നും പറയാനില്ല, യാത്രക്കാരനുമല്ല, പക്ഷെ ഞാൻ പ്രായമായി അതുകൊണ്ട് നോമ്പെടുക്കുന്നില്ല. അങ്ങനെ നോമ്പെടുക്കാതിരിക്കുമ്പോൾ എന്താണ് അവർ ചെയ്യേണ്ടത്? ഫിദിയത്തുൻ, അവര് ഫിദിയ നൽകണം. ഓക്കെ, അവർക്ക് നോമ്പെടുക്കണ്ട, നോമ്പെടുക്കാൻ അവർക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ അവരൊരു റീസൺ കണ്ടുപിടിച്ചിട്ട് നോമ്പെടുക്കുന്നില്ല. അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യണം? ഫിദിയ കൊടുക്കണം. ഫ ദാൽ യ. ഫിദിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരാള് അവനെ തന്നെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന പൈസയാണ്, മോചനദ്രവ്യമാണ് ഫിദിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നോമ്പ് ഒരാളുടെ മേലുള്ള ബാധ്യതയാണ് അല്ലെ. അപ്പൊ നോമ്പ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു തആലയ്ക്ക് നമ്മൾ കടപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു കടപ്പാടിൽ നിന്ന്, ഒബ്ലിഗേഷനിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന മോചനദ്രവ്യമാണ് ഫിദിയ. അപ്പൊ എന്താണ് ആ ഫിദിയ? ത്വാമു മിസ്കീനിൻ, അല്ലെ, ഒരു മിസ്കീനിന് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്. ത്വാമ് ഫുഡ്, മിസ്കീൻ സീൻ കാഫ് നൂൻ നമ്മൾ കണ്ടതാണ്, ആവശ്യക്കാരൻ, അല്ലെ, രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പറ്റാത്ത വ്യക്തി, അതുകൊണ്ട് സ്റ്റില്ലായി പോയിട്ടുള്ള ഒരു വ്യക്തിക്കാണ് മിസ്കീൻ എന്ന് പറയുന്നത്. അപ്പം ഒരാൾ അങ്ങനെ ഇങ്ങനെ പ്രത്യേകിച്ച്, അതായത് രോഗിയും യാത്രക്കാരനും അല്ല, പക്ഷെ വേറെ ചില കാരണങ്ങളാൽ നോമ്പെടുക്കാൻ പറ്റും എന്നാലും നോമ്പെടുക്കുന്നില്ല, അസൗകര്യം എന്തെങ്കിലും പറഞ്ഞിട്ട് നോമ്പെടുക്കാതിരിക്കുകയാണെങ്കിൽ അവൻ എന്താക്കണം? ഇതുപോലെ ഒരു മിസ്കീന് ഭക്ഷണം കൊടുക്കണം. ഓക്കെ, ഇപ്പം ഒരാൾ തീരുമാനിക്കില്ല, ഞാൻ റമദാന് 5 ദിവസം നോമ്പെടുക്കുന്നില്ല, എനിക്ക് രോഗമൊന്നുമില്ല, ഞാൻ യാത്രയും ചെയ്യുന്നില്ല, പക്ഷെ എന്തെങ്കിലും ഒരു പ്രത്യേക റീസൺ പറഞ്ഞിട്ട്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സാമോ അല്ലെങ്കിൽ കല്യാണത്തിന്റെ ഷോപ്പിംഗ് ഒക്കെ പറഞ്ഞിട്ട് നോമ്പെടുക്കുന്നില്ല. അപ്പൊ 5 ദിവസം നോമ്പെടുക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ 5 പേര് 5 മിസ്കീന് ഭക്ഷണം കൊടുക്കണം, അല്ലെ. 10 ദിവസമാണ് എടുക്കാതിരിക്കുന്നെങ്കിൽ 10 മിസ്കീന്, അതുപോലെ നമ്മൾ എടുക്കുന്നതിനനുസരിച്ച്. എന്താണ് ഈ ആയത്ത് നമ്മളടുത്ത് പറയുന്നത്? ഇങ്ങനെ ഒരു കാര്യം നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല, അല്ലെ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ നമുക്ക് പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല, നോമ്പെടുക്കാൻ പറ്റുകയും ചെയ്യും, പക്ഷെ ചില കാരണങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ നോമ്പെടുക്കാതിരിക്കുകയാണ്, അല്ലെ. കല്യാണത്തിന്റെ ഷോപ്പിംഗ് അല്ലെങ്കിൽ എക്സാം എന്നൊക്കെ പറഞ്ഞിട്ട് നോമ്പെടുക്കാതിരിക്കുകയാണ്, അതിന് ഫിദിയ കൊടുക്കാന്ന് നമ്മൾ കേട്ടിട്ടേ ഇല്ല. സുബ്ഹാനല്ലാഹ്. എന്താന്ന് വെച്ചാൽ ഈ ഒരു ഭാഗം, ഈ ആയത്തിൻ്റെത് നസ്ഖ് ചെയ്യപ്പെട്ടതാണ്. ഓക്കെ, ഈ ഒരു ഭാഗം നസ്ഖ് ചെയ്യപ്പെട്ടതാണ് ഈ ആയത്തിൽ നിന്ന്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ബുഖാരി റിപ്പോർട്ട് ചെയ്തതായിട്ട് പറയുന്നുണ്ട്. സലമ ബിൻ അഖ്വ റളിയല്ലാഹു അൻഹു, ആ ഒരു സ്വഹാബി പറഞ്ഞതായിട്ട്, ഈ ഒരു ആയത്ത് ഇറങ്ങിയപ്പോ, ഓക്കെ, വഅലല്ലദീന യുതീഖൂനഹു, ആർക്ക് നോമ്പെടുക്കാനുള്ള എന്താണ് ചെയ്യാനുള്ള താഖത്തുണ്ടോ, ആ ഒരു ആയത്ത് ഇറങ്ങിയപ്പോൾ നമുക്ക് ശരിക്കും ഒരു ചോയ്സ് ഉണ്ടായിരുന്നു. ഒന്നെങ്കിൽ നോമ്പെടുക്കുക അല്ലെങ്കിൽ ഫിദിയ കൊടുക്കുക, ഓരോ നോമ്പിനും ഫിദിയ കൊടുക്കുക എന്നൊരു ചോയ്സ് ഉണ്ടായിരുന്നു. അപ്പം ആർക്ക് നോമ്പ് എടുക്കണ്ടയോ അവർക്ക് ഫിദിയ കൊടുക്കാന്നുള്ള ഒരു ചോയ്സ് ഉണ്ടായിരുന്നു. പക്ഷേ അടുത്ത ആയത്ത് 185-ാമത്തെ ആയത്തില് ഫമൻ ഷഹിദ മിൻകുമു ഷഹ്റ ഫൽയസുംഹു, ആര് ഈ ഒരു മാസത്തിന് സാക്ഷിയാവുന്നോ അവൻ നോമ്പെടുക്കട്ടെ എന്ന് പറഞ്ഞ ആ ഒരു ആയത്ത് ഇറങ്ങിയപ്പോ ഈ ഒരു ചോയ്സ് നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞ, അല്ലെ, നോമ്പെടുക്കുകയോ അല്ലെങ്കിൽ ഫിദിയ നൽകുകയോ ചെയ്യാം എന്ന ഒരു ചോയ്സിനെ പിൻവലിക്കപ്പെട്ടു. ഓക്കെ, ആര് റംളാനിന് സാക്ഷിയാവുന്നോ അവൻ റംളാനിൽ നോമ്പെടുക്കണം എന്ന് നിയമം വന്നു. സുബ്ഹാനല്ലാഹ്. അപ്പം തുടക്കത്തില് മുസ്ലിങ്ങൾക്ക് ഒരു ചോയ്സ് ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് നോമ്പെടുക്കണമെങ്കിൽ എടുക്കാം, എടുക്കണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിദിയ കൊടുക്കാം. സുബ്ഹാനല്ലാഹ്. എടുക്കണ്ടെന്നുണ്ടെങ്കിൽ ഫിദിയ കൊടുക്കാം. സ്വാഭാവികമായിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ വരും, അല്ലെ, അതെന്താ അങ്ങനെ ഒരു ചോയ്സ്, നമുക്കെന്താ ഇല്ലാത്തല്ലേ, അവർക്ക് മാത്രം? കാര്യം എന്താന്ന് വെച്ചാല് നോമ്പ് സുബ്ഹാനല്ലാഹ് അവരുടെ മേല് ഭയങ്കര പ്രയാസമായിരുന്നു. അപ്പൊ നമ്മളേക്കും എനിക്ക് ഭയങ്കര പ്രയാസം, അല്ലെ, ഇവിടെ ഭയങ്കര നീണ്ട നോമ്പാ അല്ലെങ്കിൽ ഭയങ്കര ചൂടുള്ള നോമ്പാ, അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ അവർക്കത് വേറൊരു രീതിയിൽ അവർക്ക് പ്രയാസമായിരുന്നു. അതിനെക്കുറിച്ച് നമ്മൾ ഇൻഷാ അല്ലാഹ് വരുന്ന ആയത്തുകളിൽ പഠിക്കുന്നുണ്ട്. എന്നാലും നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു ഹെഡ്സപ്പ് തരാം. ഓക്കെ, അന്നത്തെ ആ ഒരു സമയത്തുള്ള നോമ്പിന്റെ നിയമപ്രകാരം ഒരു വ്യക്തി മഗ്‌രിബിന് ശേഷം ഉറങ്ങിപ്പോവാന്ന് വെച്ചോ, ജസ്റ്റ് ഒന്ന് നമ്മൾ കണ്ണ് മാളി പോവാന്നൊക്കെ പറയില്ല, ഒന്ന് മയങ്ങി പോവാ, കുറച്ച് മിനിറ്റുകൾക്ക് പോലും അയാൾ മയങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ഭക്ഷണം കഴിക്കാൻ പാടില്ല. മഗ്‌രിബിന് ശേഷം കുറച്ച് നിമിഷങ്ങൾക്ക് നേരം പോലും ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് പുതിയ നോമ്പ് സ്റ്റാർട്ട് ചെയ്ത പോലെയാണ്. പിന്നെ അടുത്ത സൺസെറ്റ്, അടുത്ത ദിവസത്തെ മഗ്‌രിബ് ആകുന്നവരെ അയാൾക്ക് ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ ലൈംഗിക ബന്ധങ്ങളിൽ ഏർപ്പെടാനോ പാടില്ല. മഗ്‌രിബിന് ശേഷം അത് എത്ര കുറച്ച് സമയം, അതിന് ഇഷാന്റെ മുമ്പ് അയാൾ എണീക്കുകയാണെങ്കിൽ പോലും, ഇഷാക്ക് ശേഷം എണീക്കാൻ പോയാലും, ഇഷാക്ക് ശേഷം എണീറ്റാൽ പോലും അയാൾക്ക് അടുത്ത നോമ്പ് തുടങ്ങുകയായി അതോടുകൂടി. പക്ഷെ നമുക്ക് സുബ്ഹാനല്ലാഹ്, അല്ലെ, മഗ്‌രിബിന് ശേഷം ഫജ്ർ വരെ നമുക്ക് ഇതൊക്കെ അലൗഡ് ആണ്, നോമ്പും ഭക്ഷണം കഴിക്കലും വെള്ളം കുടിക്കലും ഒക്കെ. നമ്മൾ അതിനിടയ്ക്ക് എത്ര പ്രാവശ്യം ഉറങ്ങി എണീച്ചാലും നമുക്ക് പ്രശ്നമില്ല.
പക്ഷെ അവിടെ ആ സമയത്ത് അത് അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് നിയമങ്ങൾ കുറച്ച് വ്യത്യസ്തമായിരുന്നു. അപ്പൊ ഒരാള് പകല് മുഴുവൻ പാടത്തൊക്കെ പണിയെടുത്തിട്ട് വരികയാണ്. ശരിക്കും അതൊരു സഹാബിക്ക് സംഭവിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇതുപോലെ വീട്ടിലെത്തി നോമ്പ് തുറക്കാനുള്ള ഭക്ഷണത്തിന് വേണ്ടി ചോദിച്ചു. ഭക്ഷണം പ്രിപ്പയർ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് അദ്ദേഹം ഉറങ്ങിപ്പോയി. അത് ഇഷാ ആവണം എന്ന് പോലും ഇല്ല. അയാൾ എഴുന്നേക്കുന്നത് ഇഷാന്റെ മുമ്പാണെങ്കിൽ പോലും പിന്നെ അയാൾക്ക് ഭക്ഷണം കഴിക്കാൻ പാടില്ല. പിന്നെ അയാൾക്ക് നെക്സ്റ്റ് ഡേ മഗ്‌രിബ് കഴിഞ്ഞാലേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. അപ്പൊ ഇത് ഭയങ്കര പ്രയാസമായിരുന്നു അവർക്ക്. ഓക്കെ, അപ്പം ഇതാണ് ഇതുപോലെയുള്ള ഒരു ചോയ്സ് കൊടുക്കാനുള്ള ഒരു റീസൺ. നിങ്ങൾ ഒന്നെങ്കിൽ നോമ്പെടുക്കുക, അല്ലെങ്കിൽ അതിന് ഫിദിയ കൊടുക്കുക. നിങ്ങൾക്ക് കഴിഞ്ഞിട്ടും നോമ്പെടുക്കാതിരിക്കുകയാണെങ്കിൽ. ഓക്കെ, അപ്പം എങ്ങനെയാണ് ഫിദിയ കൊടുക്കേണ്ടത് എന്നുള്ളത് നമുക്കറിയാം അല്ലെ. ഒരു നോമ്പിന് ഒരാൾക്ക് ഉള്ള ഭക്ഷണം എന്ന പോലെ. സുബ്ഹാനല്ലാഹ്. ഈ ഒരു കാര്യത്തില് മറ്റ് അഭിപ്രായങ്ങളും ഉണ്ട്. ഓക്കെ, ഈ ഒരു പാർട്ടിന്റെ കാര്യത്തിൽ, ഈ ഒരു എക്സ്പ്ലനേഷന്റെ കാര്യത്തിൽ, നസ്ഖ് ചെയ്യപ്പെട്ട കാര്യത്തിൽ മറ്റ് അഭിപ്രായങ്ങളും ഉണ്ടെങ്കിലും, അതായത് വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ ത്വഅമു മിസ്കീൻ, ഈ ഒരു ഭാഗത്തിന്റെ കാര്യത്തിൽ മറ്റ് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും ഈ അഭിപ്രായമാണ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ്. ഓക്കെ, ഇത് നസ്ഖ് ചെയ്യപ്പെട്ടതാണ്. എന്താണ് ആ സമയത്തുള്ള നോമ്പിന്റെ അവസ്ഥകൾ കാരണം. പിന്നീട് ഈ ഒരു ഭാഗം ക്യാൻസൽഡ് ആയതാണെന്നുള്ളത്. അതിന് കാരണം മറ്റുള്ള ഖുർആനിലെ മറ്റ് ആയത്തുകളും പ്ലസ് നമ്മൾ പറഞ്ഞ സലാമ ബിൻ അൽ അഖ്വയുടെ ഹദീസും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഫമൻ തതവ്വഅ ഖൈറൻ ഫഹു. എന്ന് പറഞ്ഞാല് അനുസരണയാണ്. തൊത്തവ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഐച്ഛികമായിട്ട് ചെയ്യുന്ന ഇബാദത്തുകൾ, അതായത് നിർബന്ധമല്ലാതെ നമ്മളുടെ ഇഷ്ടത്തിന് ചെയ്യുന്ന, നമ്മളെ സുന്നത്ത് എന്നൊക്കെ പറയുന്ന പോലെ ഉള്ള ഇബാദത്തുകൾ. അപ്പം ഏതൊരു വ്യക്തി സ്വന്തം ഇഷ്ടത്തോടു കൂടി എന്തെങ്കിലും നല്ലത് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, അവന്റെ മേൽ നിർബന്ധമില്ല, പക്ഷെ അവന്റെ ഇഷ്ടത്തിന് അവൻ നല്ലത് ചെയ്യുകയാണെങ്കിൽ, ഇപ്പം ഉദാഹരണത്തിന് ഇവിടെ ഫിദിയയുടെ കാര്യം എടുക്കുമ്പോൾ, നമ്മൾ സാധാരണ ഫിദിയയുടെ നിയമം എന്ന് പറഞ്ഞാൽ ഒരു നോമ്പിന് ഒരു വ്യക്തിക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. ഓക്കെ, പക്ഷെ ഒരാൾ തീരുമാനിക്കാനില്ല ഞാൻ 2 ആൾക്ക് ഭക്ഷണം കൊടുക്കുന്നു. ഖൈറൻ, അവൻ സ്വയം ഇഷ്ടത്തോടു കൂടി അത് 2 ആൾക്ക് ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ അത് എന്താണ്? ഇഹ്സാനാണ്. ഫഹുവ ഖൈറുൻ ലഹ്, അത് അവന് ഉത്തമമാണ്. ഫിദിയ അധികരിപ്പിക്കുക, അവൻ കൂടുതൽ ചാരിറ്റി ചെയ്യാണ്. അവന് ഒരു നോമ്പിന്റെ റിവാർഡ് മിസ്സായി, അവൻ 2 പേർക്ക് ഭക്ഷണം കൊടുത്തിട്ട് ഫിദിയ ചെയ്യുകയാണെങ്കിൽ ഫഹുവ ഖൈറുൻ ലഹ്. ഫമൻ തതവ്വഅ ഖൈറൻ ഫഹുവ ഖൈറുൻ ലഹ്. ഇതന്നെ വേറൊരു രീതിയിലും കൂടെ മനസ്സിലാക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല ചോയ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അയാൾക്ക് നോമ്പ് എടുക്കുകയോ അല്ലെങ്കിൽ ഫിദിയ കൊടുക്കുകയോ ചെയ്യാം. എന്നാൽ ആര് കൂടുതൽ ഉത്തമമായിട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവൻ നന്മ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവൻ നോമ്പ് എടുക്കുകയാണെങ്കിൽ, നോമ്പ് എടുക്കാണ്ടിരിക്കാനും ചോയ്സ് കൊടുത്തിട്ട് അവൻ നോമ്പ് എടുക്കുകയാണെങ്കിൽ ഫഹുവ ഖൈറുൻ ലഹ്, അത് അവന് നല്ലതാണ്. സുബ്ഹാനല്ലാഹ്. ഇതിനെ അള്ളാഹു കൂടുതൽ ക്ലിയർ ആയിട്ട് തുടർന്ന് പറയുന്നുണ്ട്, വഅൻ തസൂമു ഖൈറുൻ ലക്കും, നീ നോമ്പ് എടുക്കുകയാണെങ്കിൽ അതാണ് നിനക്ക് ഏറ്റവും ഉത്തമം. തസൂമു സ്വാദ് വാവ് മീം, നോമ്പെടുക്കുകയാണെങ്കിൽ അതാണ് നിനക്ക് കൂടുതൽ ഉത്തമം. അപ്പം മുമ്പ് ആളുകൾക്ക് നോമ്പെടുക്കാനും എടുക്കാതിരിക്കാനുമുള്ള ചോയ്സ് ഉണ്ടായിരുന്നു. പക്ഷെ എന്താണ് ബെസ്റ്റ്? നോമ്പെടുക്കലാണ് ബെസ്റ്റ്. എങ്ങനെയാണ് അത് ബെസ്റ്റ് ആവുന്നത്? നമുക്കറിയാം, നോമ്പ് എന്ന് പറയുന്നത് സുബ്ഹാനല്ലാഹ് അത്രക്ക് പവർഫുൾ ആയിട്ടുള്ള, അല്ലെ, അതിന് തുല്യമായിട്ട് വേറൊന്നും ഇല്ലാത്ത, അതുപോലെ പ്രതിഫലം കിട്ടുന്ന വേറൊന്നും ഇല്ലാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് അയാൾ നോമ്പ് ഒഴിവാക്കുകയാണെങ്കിൽ അയാൾക്ക് പ്രതിഫലം നഷ്ടമാവാണ് അല്ലെ. അൻതസൂമു ഖൈറുൻ ലക്കും ഇൻ കുന്തും തഅലമൂൻ, നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ. എന്തറിയുന്നവരാണെങ്കിൽ? നോമ്പിന്റെ പ്രയോജനങ്ങളെ കുറിച്ച്, അതിന്റെ പ്രതിഫലത്തെ കുറിച്ച് നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ നിങ്ങൾ നോമ്പെടുക്കണം. അതാണ് നിങ്ങൾക്ക് ഖൈർ. അപ്പം നമ്മൾ ഈ ഒരു കാര്യം പറയുമ്പോൾ സ്ത്രീകളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് സുബ്ഹാനല്ലാഹ്, എക്സ്പെക്ടിങ് മദേഴ്സ്, അല്ലെ, പ്രഗ്നന്റ് ആയിട്ടുള്ള ഉമ്മമാര് അല്ലെങ്കിൽ ഫീഡ് ചെയ്യുന്ന ഉമ്മമാര്. അപ്പം നമ്മൾ പൊതുവെ എനിക്കൊന്ന് പണ്ടത്തെ കാലത്തൊക്കെ പ്രത്യേകിച്ച് വയറ്റിലാണ് അല്ലെങ്കിൽ പാല് കൊടുക്കുന്നതാണെങ്കിൽ നോമ്പെടുക്കാൻ പാടില്ല എന്നുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു. അങ്ങനെ ഒരു നിയമം ഉള്ള പോലെയായിരുന്നു പണ്ടൊക്കെ കണക്കാക്കാറ്. പക്ഷേ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യണം. സുബ്ഹാനല്ലാഹ്, അറ്റ്ലീസ്റ്റ് ട്രൈ ചെയ്യെങ്കിലും വേണം. പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഈ പ്രഗ്നന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡിങ് മദേഴ്സിന് നോമ്പ് എടുക്കാതിരിക്കാനുള്ള ഓപ്ഷൻ അത് സീരിയസ് സിറ്റുവേഷൻസിൽ മാത്രമാണ്. ഓക്കെ, അത് അവള് നോമ്പ് എടുത്തു കഴിഞ്ഞാൽ അവളുടെ ആരോഗ്യത്തിനെ ഭയങ്കരമായിട്ട് ബാധിക്കും, കുട്ടീനെ ബാധിക്കും എന്നൊക്കെ ഡോക്ടേഴ്സ് പറഞ്ഞ കേസിൽ മാത്രമാണ് നോമ്പെടുക്കാതിരിക്കാൻ പറയുന്നുള്ളൂ. അല്ലെങ്കിൽ അവള് നോമ്പെടുക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം സത്യം പറയുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ എടുക്കാൻ പാടില്ല എന്നൊക്കെ വിചാരിച്ച് നോമ്പ് ഇങ്ങനെ വിട്ട് 30 ദിവസം കഴിയും അല്ലെ. സുബ്ഹാനല്ലാഹ്.
ഇനി അത് കഴിയുമ്പം അടുത്ത കൊല്ലത്തെ റമദാനിൽ മിക്കവാറും ഇപ്പൊ പ്രഗ്നന്റ് ആണെങ്കിൽ പിറ്റത്തെ കൊല്ലത്തെ റമദാനിൽ മിക്കവാറും പാല് കൊടുക്കുന്നതായിരിക്കും. അപ്പൊ വീണ്ടും ഒരു 30, അങ്ങനെ 60. സുബ്ഹാനല്ലാഹ്, അത് പിന്നെ വീട്ടാന്ന് വെച്ചാൽ ഭയങ്കര പ്രയാസമായിട്ട് മാറും. അപ്പം എല്ലാ പ്രഗ്നന്റ് ആയിട്ടുള്ള പെണ്ണുങ്ങളും എല്ലാ പാല് കൊടുക്കുന്ന മക്കളും നിർബന്ധമായിട്ട് നോമ്പെടുക്കണം എന്നല്ല പറയുന്നത്, അങ്ങനെയല്ല പറയുന്നത്. ഓക്കെ, പ്രയാസമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കരുത്. പക്ഷേ ട്രൈ ചെയ്ത് നോക്കുക എങ്ങനെ പറ്റും. ചിലപ്പം 2 ദിവസം എടുത്ത് 1 ദിവസം ഒഴിവാക്കി അങ്ങനെയൊക്കെ ഒരു ബ്രേക്ക് കൊടുത്തിട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ അതാണ് ഖൈറുൽ ലക്കും, നിങ്ങൾക്ക് അതാ നല്ലത്. മൊത്തത്തിൽ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നീട് മേക്കപ്പ് ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര പ്രയാസമായിരിക്കും. അപ്പോൾ അൻ തസൂമു ഖൈറുൻ ലക്കും. നമുക്കറിയാം റമദാൻ എന്ന് പറഞ്ഞാൽ അതൊരു ബറക്കത്തിന്റെ മാസമാണ് അല്ലെ, ഒരുപാട് ബറക്കയുള്ള മാസങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ കുറച്ച് ഇപ്പോൾ നമ്മൾ വിചാരിക്കും അല്ലാഹ് കുറച്ചല്ലേ കഴിക്കാൻ പറ്റുള്ളൂ റമദാനിൽ, ആ കുറച്ചിന് തന്നെ വല്ലാത്തൊരു ബറക്കത്ത്. നമുക്കറിയാം റമദാൻ ആകുമ്പോൾ പലപ്പോഴും പല ദിവസങ്ങളിലും അല്ലാഹ് ഇന്ന് എന്തുകൊണ്ടാണ് നോമ്പുറക്കാന്ന് വിചാരിച്ച് ഇരുന്ന ദിവസം നമ്മൾ പ്രതീക്ഷിക്കാതെ എന്തൊക്കെയോ അന്ന് നോമ്പുറക്കാൻ ഉണ്ടായിട്ടുണ്ടാവും അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം വല്ലാത്തൊരു ബറക്കാണ്. അതുപോലെ റമദാനിൽ നമ്മൾ സദഖ ചെയ്യാൻ വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാലും റമദാന്റെ മുമ്പ് പടച്ചോനെ എന്തെടുത്തിട്ടാ കൊടുക്കുക എന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാലും റമദാൻ ഇങ്ങോട്ട് ആയിക്കഴിഞ്ഞാൽ എവിടുന്നാ പൈസ വരുന്നതെന്ന് അറിയില്ല അല്ലെ, നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വല്ലാത്തൊരു ബർക്കത്താണ്. എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കര ബർക്കത്തുള്ള ഒരു മാസമാണ്. അപ്പൊ കഴിയുന്നുണ്ടെങ്കിൽ ആ മാസം തന്നെ നോമ്പെടുക്കാൻ നോക്കുക. ഇല്ല എന്നെ കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ഒഴിവാക്കാതിരിക്കുക. അൻ തസൂമു ഖൈറുൻ ലക്കും. ഈ അൻ തസൂമു ഖൈറുൻ ലക്കും എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള ഖൈറുകൾ ഉണ്ടാവും അല്ലെ, പല രീതിയിലുള്ള പ്രയോജനങ്ങൾ ഉണ്ടാവും. നോമ്പെടുക്കുന്നതുകൊണ്ട് ഒരുപാട് പ്രയോജനങ്ങളില്ലേ, നമുക്ക് നമ്മൾ കണ്ടും കേട്ടും പരിചയമുള്ള ഒരുപാട് കാര്യങ്ങൾ. ഏറ്റവും ആദ്യം അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കണക്കില്ലാത്ത പ്രതിഫലം, നോമ്പിന് തുല്യമായിട്ട് വേറൊന്നും ഇല്ല എന്നുള്ളത്. ശാരീരികമായിട്ടുള്ള കുറെ ഗുണങ്ങളുണ്ട് അല്ലെ, നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള പല ടോക്സിൻസും പോവാണ്. നമ്മൾ എക്സസ് ആയിട്ട് അല്ലെ, നമ്മൾ അതിന് മുമ്പുള്ള 11 മാസം ഉണ്ടാക്കി കൂട്ടിയ പലതും നമ്മുടെ ശരീരത്തിൽ പല സ്ഥലങ്ങളിലായിട്ട് അടിഞ്ഞു കിടക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ നോമ്പെടുക്കുന്ന സമയത്ത് യൂസ്ഡ് അപ്പ് ആവും അല്ലെ. നമ്മൾ കഴിഞ്ഞ 11 മാസം വേസ്റ്റ് ആക്കിയിട്ട് നമ്മളെ ബോഡിയിലേക്ക് തള്ളിക്കയറ്റിയ പല കാര്യങ്ങളും യൂസപ്പ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ അനാവശ്യമായ പല കാര്യങ്ങളും യൂസ് ചെയ്യപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം അല്ലെ, ഫുൾ ടൈം ഇതന്നെയല്ലേ നമുക്ക് പണി കൊടുത്തോണ്ടിരിക്കുക എന്നുള്ളത്. മൂപ്പർക്ക് ദഹനത്തിന് പണി കൊടുത്തോണ്ടേയിരിക്കുകയാണ്, അതിനൊരു ബ്രേക്ക് കിട്ടും. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പ്രത്യേകിച്ച് നമുക്ക് സ്ത്രീകൾക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റുന്ന ഒരു മാസം അല്ലെ. കാരണം നമ്മളെ സമയം ഏറ്റവും കൂടുതൽ പോകുന്നത് എവിടെയാ, എന്താ കഴിക്കാൻ ഉണ്ടാക്കുക അല്ലെ, എന്താ അതിനുള്ള സാധനങ്ങൾ ഉണ്ടോ, പ്ലാൻ ചെയ്യല്, ഉണ്ടാക്കല്. അതിന് ഒരു ആപ്പിൾ എടുത്ത് മുറിക്കണമെങ്കിൽ തന്നെ സുബ്ഹാനല്ലാഹ് അതിന്റെ സമയം ഓരോന്നിനും ഓരോ സെക്കൻഡും മിനിറ്റും വെച്ച് കണക്കാക്കിയാൽ ആപ്പിൾ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കണം, കത്തി എടുക്കണം, അത് കഴുകണം, ഇത് കഴുകണം, മുറിക്കണം, ഫീൽ ചെയ്തത് വേസ്റ്റ് കളയണം, പാത്രം കഴുകണം, എന്നിട്ട് ആ വേസ്റ്റ് കളയണം. ഇതൊക്കെ നമ്മുടെ ഡ്യൂട്ടികളിൽ പെട്ടാലേ ഓരോരോ മിനിറ്റ് വെച്ച് കണക്കാക്കി കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു കുഞ്ഞു കാര്യത്തിന് പോലും നമ്മൾ കുറേ സമയം ചെലവഴിക്കുന്നുണ്ട്. പക്ഷെ റമദാൻ ആകുമ്പോൾ സുബ്ഹാനല്ലാഹ് സഹൂറിന് കുറച്ച് സമയം, ഇഫ്താറിന് കുറച്ച് സമയം. ഈ കുറച്ച് സമയം ഉള്ളവരുടെ കാര്യമായിട്ടോ പറയുന്നത്. ഇപ്പോഴും കുറെ സമയമുള്ള ആൾക്കാരുണ്ടോന്ന് അറിയില്ല, ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമുക്ക് കുറേ സമയം നമുക്ക് കിട്ടണം അല്ലെ. ഇപ്പം അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന, ഭക്ഷണം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്ന, അതിന്റെ ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് ചിന്തിക്കുന്ന, ക്ലീൻ ചെയ്യുന്ന ഒരുപാട് സമയം നമുക്ക് ലാഭമാണ്. നമുക്ക് ആ സമയം ഒരുപാട് നല്ല കാര്യങ്ങൾക്ക്, വേറെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. പിന്നെ നമ്മൾക്ക് സ്വയം കൺട്രോൾ ചെയ്യാനുള്ള അവസരമാണ് അല്ലെ. ഹലാലിനെ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമ്പം നമുക്ക് ശരിക്കുള്ള അതൊരു ട്രെയിനിങ് ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ റമദാൻ കഴിഞ്ഞാൽ നമുക്ക് ഹറാമിനെയും കൂടുതൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഓരോ റമദാനും നമ്മൾ അടുത്തടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകുന്നുള്ളതാവണം. ഓരോ റമദാൻ കഴിയുമ്പോഴും അത് പണ്ടത്തേനേക്കാൾ വീണ്ടും മോശമായിട്ട്, പിന്നെ അടുത്ത കൊല്ലം വീണ്ടും വർക്ക് ചെയ്ത് പിന്നെ അതിനേക്കാളും മോശമായിട്ട് നമ്മൾ പോരുത്. ഓരോ റമദാൻ കഴിയുമ്പോഴും നമ്മൾ ഓരോ നല്ല നല്ല ഹാബിറ്റുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് അതൊരു ട്രെയിനിങ് പീരീഡ് ആയിട്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ പ്ലാൻ ചെയ്യണം. റമദാൻ വരുമ്പോൾ ഓക്കെ, ഈ റമദാനിൽ ഞാൻ മുമ്പില്ലാത്ത എന്തൊരു ഹാബിറ്റാണ് എന്റെ ജീവിതത്തിൽ പുതിയതായിട്ട് പ്രാക്ടീസ് ചെയ്യുക. കാരണം റമദാൻ ഏറ്റവും നല്ല സമയം അതിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ ഈ റമദാനിൽ എൻ്റെ അടുത്തുള്ള എന്തൊരു ദോഷം, ചീത്ത കാര്യമാണ് ഞാൻ ഒഴിവാക്കാൻ വേണ്ടി എന്നെ ട്രെയിൻ ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിൽ ഓരോ റമദാൻ കഴിയുമ്പോഴും നമ്മളെ തന്നെ കൺട്രോൾ കൂടുതൽ കൊണ്ടുവന്ന്, നഫ്സിന്റെ കൺട്രോൾ കൂടുതൽ കൊണ്ടുവന്ന്, നല്ല വശത്തേക്കുള്ള കൺട്രോൾ കൂടുതൽ, അതായത് കൂടുതൽ നല്ല കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന, ഹാബിറ്റ് ആക്കുന്ന രീതിയിലേക്ക് നമ്മളെ കൊണ്ടുവരണം. നമ്മൾ ആളുകളോട് വഴക്കുണ്ടാക്കുന്ന, കുറ്റം പറയുന്ന, പ്രദൂഷണം പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ഓരോരുത്തരും ഓരോ ഏരിയയിൽ സ്ട്രഗ്ലിംഗ് ആണ്. അപ്പൊ ആ ഏരിയകളൊക്കെ നോട്ട് ചെയ്തിട്ട് എല്ലാം കൂടെ ഒറ്റയടിക്ക് നന്നാക്കാനൊന്നും ശ്രമിക്കണ്ട. നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് ടഫായിട്ടില്ല, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമാണെന്ന് തോന്നുന്ന 2-3 കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ട് അത് റമദാനിന് ബോധപൂർവം പ്രാക്ടീസ് ചെയ്യാം.
ഓക്കെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം റമദാൻ എന്ന് പറയുന്നത് തുടങ്ങുമ്പോഴേ നമുക്ക് തന്നെ ഒരു ബോധം ഇല്ലാണ്ട് അങ്ങോട്ട് കയറലാണ് റമദാനിലേക്ക് അല്ലെ. കുറെ ഹത്ത അങ്ങോട്ട് തീർക്കുകയും ചെയ്യും അല്ലെ. അതും കഴിഞ്ഞ് റമദാൻ അങ്ങോട്ട് പോയി റമദാൻ കൊണ്ട് എക്സ്ട്രാ ആയിട്ട് നമുക്ക് ഇതുവരെ ഇല്ലാത്ത എന്തെങ്കിലും പുതിയൊരു ഞാനാവാൻ വേണ്ടി നമ്മൾ ചിലപ്പം ശ്രമിക്കാറില്ല. പക്ഷെ അത് ശ്രമിക്കണം, ഇപ്പോഴേ ചിന്തിച്ചു തുടങ്ങണം, ഇപ്പോഴേ പ്ലാൻ ചെയ്ത് തുടങ്ങണം ഓരോ റമദാനും. അതുപോലെ ഓരോ റമദാൻ കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടാവണം. ഓക്കെ, ഒരു മുസ്ലിം എന്ന് പറയുന്നത് വിഷൻ ഉണ്ടായിരിക്കണം നമുക്ക്. നമ്മളെ വെറുതെ ഭൂമിയിലേക്ക് പടച്ചു വിട്ടല്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മളൊക്കെ ഖിലാഫത്ത് തന്നു വിട്ടവരാണ്. നമുക്ക് ഒരുപാട് ചെയ്യാനുണ്ട്. അപ്പൊ നമുക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ മനസ്സിൽ കാണാം. റമദാൻ അത് കണക്കില്ലാത്ത ദ്വാ ആക്കി മാറ്റുക. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിച്ചുകൊണ്ടിരിക്കുക. റമദാൻ കഴിഞ്ഞിട്ട് നമുക്ക് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ സഹായം കിട്ടി എന്നുള്ളതിന്റെ തെളിവാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ റമദാൻ, നമ്മുടെ നോമ്പുകൾ സ്വീകരിച്ചു എന്നുള്ളതിന്റെ തെളിവാണ്. അപ്പൊ റമദാന്റെ ആ പ്രയോജനങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക. ഓക്കെ, നമ്മൾ എന്തോ ബോധമില്ലാണ്ട് വേണ്ടി ആ റമദാൻ വരുന്നുണ്ട്, അരി പൊടിക്കണം, മുളക് പൊടിക്കണം, എന്താണ് വേറെ എന്തോ സംഭവം നനച്ചുളി ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നതിനേക്കാളും അതൊക്കെ അതിന്റെ പ്രോസസ്സിൽ അങ്ങ് നടന്നോളും. ഇത് നിങ്ങൾ പ്ലാൻ ചെയ്യും. ഓരോ റമദാനും എന്താണ് എനിക്ക് എന്നിൽ മാറ്റം വരുത്താനുള്ളത്, അത് റമദാൻ ഉപയോഗിച്ച് റമദാന്റെ ഗുണങ്ങൾ ഉപയോഗിച്ച് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ഓരോ റമദാൻ കഴിഞ്ഞിട്ട് ഞാൻ പുതിയതായിട്ട് എന്ത് ചെയ്യാൻ, നമുക്ക് ചെയ്യാൻ എന്താ പറയാ, ഒരു കണക്കില്ലാത്ത സാധ്യതകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഓക്കെ, ചിലതൊന്നും നമുക്ക് അറിയണ്ടാവില്ല എങ്ങനെ ചെയ്യണം, ആഗ്രഹം ഉണ്ടാവും പക്ഷെ അറിയൂല എങ്ങനെ ചെയ്യണം. ദ്വാ ചെയ്യേ, റബ്ബിന്റെ അടുത്തല്ലേ ചോദിക്കുന്നത്, എനിക്ക് ചെയ്യണം റബ്ബെ, നീ ഒരു വഴി കാണിച്ച. അൽഹംദുലില്ലാ വർക്ക് ആയിട്ടുണ്ട്, വർക്ക് ആവാറുണ്ട് എല്ലാവർക്കും. ഓക്കെ, അപ്പം റമദാൻ ആ രീതിയിൽ റമദാന്റെ പ്രയോജനങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ റമദാനെ കാണാൻ ശ്രമിക്കുക. അല്ലാതെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പോയിക്കോട്ടെ, ഖത്തം തീർത്തോളൂ, എല്ലാം ചെയ്തോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ഇത് ഇങ്ങനെയുള്ള റമദാന്റെ ഹൈറുകൾ പ്രയോജനപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ റമദാൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഡിസ്ട്രാക്ഷൻ ഒന്നും ഇല്ല. ഈ പറഞ്ഞ പോലെ അല്ലെ, നമ്മൾ മാത്രമല്ല വിശന്നിരിക്കുന്നത്, മീൻസ് വേറെ ആർക്കും ഭക്ഷണം, നമുക്ക് മാത്രമല്ല വേറെ ആർക്കും ഭക്ഷണം വേണ്ടല്ലോ അല്ലെ. കുട്ടികളെ ഭക്ഷണത്തിനെ കുറിച്ച് ചിന്തിക്കണ്ട, അവർ സ്കൂളിൽ പോകുമ്പോൾ അവർക്ക് അങ്ങനെ പോവാം. അപ്പൊ നമ്മൾ സാധാരണ പണ്ടത്തെ ഒക്കെ അവസ്ഥയിൽ അങ്ങനെയാണ്, കുട്ടിക്ക് ഭക്ഷണം ഉണ്ടാക്കണ്ടല്ലോ, ആ സമയം കൂടെ കിടന്നുറങ്ങാം അല്ലെ, അങ്ങനെയായിരുന്നു. പക്ഷെ നമുക്ക് എക്സ്ട്രാ സമയം കിട്ടാണ്, വേറെ ഒരു കാര്യത്തിനും വേണ്ടിയിട്ട് വേസ്റ്റ് ആക്കപ്പെടാത്ത രീതിയിൽ നല്ല ഫോക്കസ്ഡ് ആയിട്ടുള്ള സമയം കിട്ടാണ്. ആ സമയം പ്രയോജനപ്പെടുത്തുക, കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, കൂടുതൽ വർക്കുകൾ, കൂടുതൽ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അടുത്തൊരു കൊല്ലത്തേക്ക് പ്ലാനിങ്ങിനുള്ള കാര്യങ്ങൾ, അതിനൊക്കെ വേണ്ടി കൂടുതൽ ശ്രമിക്കുക. ഓക്കെ, അങ്ങനെ ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പിന്നത്തെ റിഫ്ലക്ഷൻസിലൊക്കെ പറഞ്ഞ പോലെ കണക്കില്ലാത്ത കാര്യങ്ങൾ നമുക്ക് ചിന്തയിൽ വരും, ഡിസ്കസ് ചെയ്യാം, പ്രവർത്തിക്കാം. ഇപ്പൊ നമുക്ക് ഒരുപാട് സമയമൊന്നുമില്ല, അതുകൊണ്ട് ഇവിടെ നിർത്തുകയാണ് ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. അപ്പം അൻ തസൂമു ഖൈറുൻ ലക്കും, നിങ്ങൾ നോമ്പെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതാണ് ഉത്തമം. ഇൻകുന്തും തഅലമൂൻ, നിങ്ങൾക്ക് അതിന്റെ പ്രയോജനങ്ങളെ കുറിച്ച് അറിയുകയാണെങ്കിൽ, അല്ലെ അതിന്റെ പ്രതിഫലങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു നമുക്ക് ബാധ്യതയാക്കിയ നമ്മളോട് കൽപ്പിച്ചിട്ടുള്ള ഓരോ ഇബാദത്തുകളും അതിന്റെ ശരിയായ ഹിക്മത്തോടു കൂടി അത് അറിഞ്ഞ് മനസ്സിലാക്കി ചെയ്യുന്ന കൗമുകളുടെ കൂട്ടത്തിൽ നമ്മളെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബാംഗങ്ങളുടെയും നമ്മുടെ വരുന്ന തലമുറകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു നമ്മളിൽ നിന്ന് ഇതുപോലെ നമ്മളെടുക്കുന്ന കുഞ്ഞു കുഞ്ഞു എഫേർട്ടുകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. ഒരുപാട് പോരായ്മകളോട് കൂടിയുള്ള ഇബാദത്തുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല, നമ്മൾ ആരും എന്താ പറയാ, നമ്മളൊക്കെ മടിയന്മാരാണ് അല്ലെ. നമ്മൾ എത്ര മടി കൂടാതെ ചെയ്യണമെന്ന് വിചാരിച്ചാലും നമ്മളെ പിടികൂടാറുണ്ട്, നമ്മുടെ നഫ്സിന്റെ ഇച്ഛകൾ നമ്മളെ പിടികൂടാറുണ്ട്, നമ്മുടെ കെയർലെസ്നെസ് നമ്മളെ പിടികൂടാറുണ്ട്, പല തിന്മകളിലും നമ്മൾ പെട്ടുപോകാറുണ്ട്. റബ്ബേ, നീ ആ പോരായ്മകളൊക്കെ നികത്തിയിട്ട് ഞങ്ങളുടെ എല്ലാ ശ്രമങ്ങളെയും സുബ്ഹാനല്ലാഹ് റബ്ബേ നീ സ്വീകരിക്കുക, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അമലുകളായിട്ട്. കാരണം ഞങ്ങൾക്കറിയാം നിന്റെ കാരുണ്യം കൊണ്ടല്ലാതെ ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല, ഞങ്ങളുടെ കഴിവുകൊണ്ട് ഞങ്ങൾക്ക് രക്ഷപ്പെടാനേ പറ്റൂല റബ്ബേ. നിന്റെ കാരുണ്യം കൊണ്ട്, നിന്റെ മഗ്ഫിറത്ത് കൊണ്ട് മാത്രമേ ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഞങ്ങളുടെ എല്ലാ ബ്രോക്കൺ ഇബാദത്തുകളും റബ്ബേ നീ അതിന്റെ പോരായ്മകളൊക്കെ നികത്തിയിട്ട് തുലാസിൽ ഖനം തൂങ്ങുന്നതാക്കിയിട്ട് റബ്ബേ നീ മാറ്റി, നീ സ്വീകരിക്കുക റബ്ബേ. ആമീൻ. അല്ലാഹുമ്മ ഇന്ന അബ്ദുക ഇബ്നു അബ്ദിക ഇബ്നു അമതിക നാസിയതി ബിയദിക മാദിൻ ഫീ ഹുക്മുക അദ്ലുൻ ഫീ ഖദാഉക അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക സമ്മൈത ബിഹി നഫ്സക أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات.
ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم أقول قولي هذا وأستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.